بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ് സർവശക്തനായ അല്ലാഹു തആല. അവൻ്റെ ദീനിൻ്റെ നടപടിക്രമങ്ങളനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുകയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്കേകുകയും ചെയ്യുമാറാകട്ടെ. കുടുംബ ജീവിതത്തെക്കുറിച്ചാണ് ഏതാനും ക്ലാസ്സുകളിലൂടെ
നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളെ ഞാൻ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാനപൂർവമായ അതേപോലെ തന്നെ ഏറ്റവും നല്ല നിലക്കുള്ള ഒരു കുടുംബജീവിതം നമുക്കൊക്കെ ഉണ്ടാകണമെങ്കിൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന വഴികളിലൂടെ നാം പോയേ പറ്റൂ. ഭാര്യയും ഭർത്താവും കുടുംബത്തിലെ മറ്റംഗങ്ങളും ഓരോരുത്തരും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായിക്കൊണ്ട് അതിനിടയ്ക്ക് സംഭവിക്കുന്ന നേരിയ പ്രയാസങ്ങളൊക്കെ ക്ഷമിച്ചും പൊറുത്തും സഹിച്ചും ഏറ്റവും നല്ല നിലക്ക് നന്മയിൽ വർത്തിക്കാനാണ് ഓരോരുത്തരും ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ നല്ല ഭർത്താവിനെ കുറിച്ചായിരുന്നു സൂചിപ്പിച്ചത്. ആ വിഷയത്തിൽ ഏതാനും കാര്യങ്ങൾ കൂടി എൻ്റെ സഹോദരങ്ങളെ കേൾപ്പിക്കാനാണ് ഇന്നും ഉദ്ദേശിക്കുന്നത്. ഭർത്താവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ ഭാര്യയോട് കൽപ്പിക്കുമായിരുന്നു. ഏതെങ്കിലും ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ അല്ലാഹു തആല അനുവാദം ചെയ്തുവെങ്കിലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ അത്രത്തോളം കടമകൾ ഭർത്താവിനോട് ഭാര്യക്കുണ്ട് എന്ന് എല്ലാ ഭർത്താക്കന്മാരും മനസ്സിലാക്കി ആ ഒരൊറ്റ ഹദീസിൽ കടിച്ചു തൂങ്ങിയിട്ടാണ് ഏത് വിഷയം വരുമ്പോഴും തൻ്റെ ഭാര്യയെ ഭർത്താവ് ഉപദേശിക്കുന്നത്. നേരെ മറിച്ച് ഏറ്റവും നല്ല ഒരു പുരുഷൻ തൻ്റെ ഇണയോട് തൻ്റെ ഭാര്യയോട് പെരുമാറുന്നവനാണ്. ആളുകൾക്കിടയിലും ലോകർക്കിടയിലും പള്ളിയിലോ മദ്രസയിലോ ദഅ്വാ രംഗങ്ങളിലോ എവിടെയാകട്ടെ എല്ലാവർക്കും അംഗീകാരമുള്ള വ്യക്തിയല്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ നല്ല മനുഷ്യൻ. മറിച്ച് തൻ്റെ കൂടെ ജീവിക്കുന്ന, തൻ്റെ കൂടെ കിടന്നുറങ്ങുന്ന തൻ്റെ ഭാര്യയ്ക്ക് നല്ല അഭിപ്രായമുള്ള വ്യക്തിയാണ് ഏറ്റവും നല്ല ഒരു പുരുഷൻ എന്ന വിഷയം പലപ്പോഴും ഭർത്താക്കന്മാർ മറന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. സഹോദരങ്ങളെ, എപ്പോഴും പണത്തേക്കാളേറെ, ആഭരണത്തേക്കാളേറെ, ജീവിതത്തിൻ്റെ ഈ ലോകത്തെ സുഖസൗകര്യങ്ങളേറെ ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നല്ല സംസാരമാണ്, ഒരു അംഗീകാരമാണ്. എൻ്റെ ഭർത്താവ് എന്നെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് ഒരു ഭാര്യയ്ക്ക് തോന്നിയാൽ അതിലോളം വലിയ സമ്പത്ത് ആ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട സമ്പത്ത് മറ്റൊന്നില്ല. ഭർത്താവോ അവൻ മരണം വരെ വാശിയില്ല, എൻ്റെ ഭാര്യയെ ഞാൻ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കൂല. അതിന് ഭാര്യയുടെ മുമ്പിൽ എന്തോ ഒരു തോൽവി സമ്മതിക്കുന്നത് പോലെയാണ് എൻ്റെ ഭാര്യയോട് നല്ലൊരു വാക്ക് പറയുന്നത്. ഭാര്യയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുന്നത് പോലും, അതൊക്കെ ഞാൻ എൻ്റെ ഭാര്യയുടെ മുമ്പിൽ പരാജയം സമ്മതിക്കുകയാണ് എന്ന തോന്നലുണ്ടാകുന്ന എത്രയോ ആണുങ്ങളുണ്ട്. മറിച്ച് നല്ല ഒരു ഭർത്താവിൻ്റെ ലക്ഷണമാണ് തൻ്റെ ഭാര്യയോട് നല്ല നിലക്ക് സംസാരിക്കുക, ആ നിലക്ക് പുഞ്ചിരിക്കുക. ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ ത്വലിഖിൻ. നന്മയിൽ നിന്ന് ഒന്നിനെയും ചെറുതായിട്ട് കാണണ്ട. ഒന്നിനെയും, ഒരു കാര്യവും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ എത്ര നിസ്സാരമാണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ അതൊന്നും ചെറുതായിട്ട് നീ കാണരുത്. നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി നീയൊന്ന് പുഞ്ചിരിക്കുന്നത് പോലും എന്തിനാ മടിച്ചു നിൽക്കുന്നത്? പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ അടുക്കൽ അതിനുപോലും നിനക്ക് കൂലിയുണ്ട്. ഒരാളെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചു പോകില്ലേ നമ്മളോട് ആത്മാർത്ഥമായിട്ട്? ആ ചിരിക്കു പോലും കൂലിയുണ്ട്. ലോകത്തെ ഏത് മനുഷ്യനെ കാണുമ്പോൾ പുഞ്ചിരിച്ചാലും ഈ കൂലിയുണ്ടെങ്കിൽ തനിക്ക് വേണ്ടി എല്ലാ ഹിദ്മത്തും ചെയ്യുന്ന, സേവനങ്ങളും ചെയ്യുന്ന, തൻ്റെ മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന തൻ്റെ ഭാര്യയോട് ചിരിക്കുമ്പോൾ എത്ര വലുതായിരിക്കും അത്.
അല്ലേ? മറ്റൊരു ഹദീസിൽ കാണാം, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ വഅൻ തകല്ലമ അഖാക വഅൻത മുൻബസിതുൻ ഇലൈഹി ബിവജ്ഹിക ഫഇന്ന ദാലിക മിനൽ മഅറൂഫ്. നീ ഒന്നും നിസ്സാരമായിട്ട് നന്മയെ കാണരുത്. നന്മയിൽ നിന്ന് ഒരു കാര്യത്തെയും ചെറുതായി കാണണ്ട. നിന്റെ സ്നേഹിതനോട്, സഹോദരനോട് നീ സംസാരിക്കുന്നില്ലേ, അവനോട് പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട്, ലളിതമായ മുഖവുമായിട്ട് അവനോട് സംസാരിക്കുമ്പോൾ പോലും ഫഇന്ന ദാലിക മിനൽ മഅറൂഫ്, അതും നന്മയിൽപ്പെട്ടതാണ് എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. ഇതൊക്കെ എല്ലാവരോടും സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ആലോചിക്കണം സഹോദരന്മാരെ, സ്വന്തം ഇണയോട്, ഭാര്യയോട് ഈ നിലക്ക് ഒരു നല്ല മുഖവുമായിട്ട് സമീപിച്ചാൽ എന്താ? ഇതെപ്പോഴും വീട്ടിലേക്കെത്തുമ്പോൾ, കുടുംബത്തിലേക്കെത്തുമ്പോൾ, ബെഡ്റൂമിലേക്കെത്തുമ്പോൾ ആ നിലയ്ക്ക് എന്തോ ഒരു ഗൗരവത്തോടു കൂടിയാണ് ആളുകളൊക്കെ സമീപിക്കുന്നത്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, സ്ത്രീകളെന്ന് പറയുന്നത് അവരുടെ പ്രകൃതമനുസരിച്ചുകൊണ്ട് അവരോട് പെരുമാറാൻ കഴിയാത്തവൻ്റെ ജീവിതത്തിൽ വല്ലാത്ത പരാജയമായിരിക്കും. കുറേ ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു, കുറേ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു, ഭാര്യയ്ക്ക് ഇഷ്ടം പോലെ ആഭരണമുണ്ട്, സഞ്ചരിക്കാൻ കാറുണ്ട്, നല്ല വീടുണ്ട്, ഒക്കെയുണ്ട്. നല്ലൊരു വാക്ക് ഭർത്താവിൻ്റെ അടുത്ത് നിന്നില്ലെങ്കിലോ? അല്ലേ? മനസ്സമാധാനമാണ് എല്ലാവർക്കും ആവശ്യം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ഭാര്യമാർക്ക്. ആ സമാധാനമാണ് പുരുഷന്മാരിൽ നിന്നും ലഭിക്കേണ്ടതും. സഹോദരങ്ങളെ, ചെയ്ത എന്തിനും ഒന്ന് അംഗീകരിച്ചു കൊടുക്കുക. എന്ത് ഖിദ്മത്ത് ചെയ്താലും ഭർത്താക്കന്മാർ പറയാതെ തന്നെ നമ്മുടെ വീട് വൃത്തിയാക്കുന്നത്, അതേപോലെ തന്നെ അവിടെയുള്ള ജോലികൾ ചെയ്യുന്നത്, അതേപോലെ തന്നെ കുട്ടികളെ പരിചരിക്കുന്നത് ഭർത്താവ് പറഞ്ഞിട്ടും പറയാതെയും ഭാര്യമാർ ചെയ്യും. പക്ഷെ എന്താ വേണ്ടത്? ആ സമയത്ത് ഒന്ന് അംഗീകരിച്ചു കൊടുക്കുക, ഒരു ജസാക്കല്ല പറയുക, അല്ലേ? അല്ല നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ, ഇർഹംകല്ലാ പറഞ്ഞൂടെ? അതേപോലെ തന്നെ അള്ളാഹുവിനോട് ഈ ഭാര്യയ്ക്ക് വേണ്ടി, തൻ്റെ ഇണക്ക് വേണ്ടി, ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഇതൊക്കെ ചെയ്തുകൂടെ സഹോദരന്മാരെ? പക്ഷെ എല്ലാവരോടും ചെയ്യും. ഏതുപോലെ? നമ്മുടെയൊക്കെ മക്കളൊക്കെ മദ്രസയിൽ വരുമ്പോൾ ഉസ്താദുമാരോട് അസ്സലാമു അലൈക്കും പറയാൻ എല്ലാ മക്കളും റെഡിയാണ്. പക്ഷേ സ്വന്തം വീട്ടിലെത്തുമ്പോഴോ ഉമ്മയോടില്ല, വാപ്പയോടതില്ല, ആ ശിക്ഷണം ലഭിച്ചിട്ടില്ല. ഇതുപോലെ ആരെന്തുപകാരം ചെയ്താലും ജസാക്കല്ല പറയുന്ന ഭർത്താക്കന്മാർ സ്വന്തം ഭാര്യയോട്, ആ ഭാര്യയ്ക്ക് വേണ്ടി, പടച്ച റബ്ബിനോട് ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും സഹോദരങ്ങളെ തയ്യാറാകുന്നില്ല. അങ്ങനെയല്ല. ഒരു നല്ല ഭർത്താവിൻ്റെ ലക്ഷണം ഭാര്യയോട് നല്ലതായിട്ട് സംസാരിക്കും, ഭാര്യയ്ക്ക് വേണ്ടി നല്ലത് സംസാരിക്കും, ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, ഭാര്യ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അംഗീകാരം കൊടുത്തുകൊണ്ടിരിക്കും. എന്താ ആളുകൾ ചെയ്യാത്തത്? നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ഭാര്യയുടെ മുമ്പിൽ തോറ്റുപോകുമെന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ അള്ളാഹ് ഇസ്സത്ത് ഉയർത്തുക ചെയ്യുക, അല്ലേ? അള്ളാഹ് ഇസ്സത്ത് ഉയർത്തും. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ ഭാര്യ. എന്നെ അംഗീകരിക്കുന്നല്ലോ എൻ്റെ ഭർത്താവ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവല്ലോ എൻ്റെ ഭർത്താവ്. ആ പെണ്ണിൻ്റെ നമസ്കാരങ്ങളിലും ആ പെണ്ണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വേളകളിലും സഹോദര നിനക്ക് വേണ്ടിയും പ്രാർത്ഥന ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്ന് നീ മനസ്സിലാക്കണം. മാത്രമല്ല, നല്ല വാക്കുകൾ പറയുന്ന, അതാരോട് പറയുന്ന മനുഷ്യർക്കും അള്ളാഹു നൽകുന്ന പ്രതിഫലം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ഫിൽ ജന്നത്തി ഖുറഫ, സ്വർഗത്തിൽ ചില അറകളുണ്ട്, റൂമുകളുണ്ട്. അതിൻ്റെ ഉൾഭാഗം പുറത്തു നിന്ന് കാണും, അതേപോലെ പുറം ഭാഗം അതിനുള്ളിൽ നിന്നും കാണും. ആ റൂമുകളിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട ആളുകൾ അവരുടെ സുഖങ്ങൾ അത് ലഭിക്കാത്ത ആളുകൾ പുറത്തു നിന്ന് കാണുകയാണ്. എന്തൊരു സുഖാണ്! അതേപോലെ തന്നെ പുറത്തുള്ള ആളുകളെ ഇതിനുള്ളിൽ വെച്ച് ഇവരും കാണുകയാണ്. അവരെക്കാൾ എത്രയോ ശ്രേഷ്ഠതകളും ഫളിലുകളും ഞങ്ങൾക്കിതാ ലഭിച്ചിരിക്കുന്നു. അബൂ മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, റസൂലേ ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, ആർക്കാണ് റസൂലേ ഇത്രയും വലിയ സുഖങ്ങൾ അല്ല കൊടുക്കുന്നത്? പുറത്തു നിന്ന് ഇത്രയും സുഖങ്ങൾ ലഭിക്കാത്ത ആളുകളെ ഏറ്റവും നല്ല നിലക്ക് സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാണാനും, പുറത്തുള്ള ആളുകൾക്ക് ഇവരനുഭവിക്കുന്ന സുഖങ്ങൾ കാണുമ്പോൾ ഒരല്പം പ്രയാസമുണ്ടാകുന്ന രീതിയിൽ അത്രമാത്രം ഫളില് ഇവർക്ക് നൽകാനുള്ള കാരണം എന്താ റസൂലുള്ളാഹി പറഞ്ഞതെന്നറിയോ? ലിമൻ അത്വാബൽ കലാം. ഒന്നാമത്തത് സംസാരം നന്നാക്കുന്ന വ്യക്തിയാണ്. ആളുകളോട് പെരുമാറാൻ അറിയില്ല, സംസാരിക്കാൻ അറിയാത്ത എത്രയോ ആൾക്കാരുണ്ട്. കൊടുക്കുന്നതൊക്കെ ഉപദേശമായിരിക്കും, പക്ഷെ അതിന് പോലും ചില ശൈലികളുണ്ട് സഹോദരന്മാരെ. നല്ല സംസാരിക്കുന്ന ആളുകൾ,
വാതുഇമു ത്വആം, ഭക്ഷണം നൽകുന്ന ആളുകൾ. ഇസ്ലാം ഏറ്റവും ഏറെയധികം പുണ്യം നൽകിയൊരു വിഷയമാണത്. ആളുകൾക്ക്, മുസ്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകുക, പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകുക, ആ ആളുകളെ ഭക്ഷിപ്പിക്കുന്ന വ്യക്തിക്കും. വബാത ഖായിമൻ വന്നാസു നിയാമുൻ, ജനങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത് സുബഹിൻ്റെ മുമ്പ് എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദിൻ്റെ നേരത്ത് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന ആളുകൾ, ആ വ്യക്തികൾക്കാണ് സ്വർഗത്തിലെ ഈ ഒരു ഫളിൽ. അല്ലാഹു തആല ആ വിഭാഗത്തിൽ നമ്മയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നിങ്ങൾ നോക്കൂ, സ്വന്തം ഭാര്യയോട് സംസാരിച്ചാൽ പോലും ഈ നിലയ്ക്ക് നല്ലതുപോലെ സംസാരിച്ചാൽ ഈ പ്രതിഫലം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കില്ലേ പ്രിയപ്പെട്ടവരെ? എന്തിനാ വാശി? എന്തിനാ കടിച്ചു പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നത്? നമ്മളൊക്കെ മാറണം. ഇനി ഒരു ലോലത എല്ലാവർക്കും നല്ലതാ. ആ ലോലത, ആ റിഫ്ഖ് എന്ന് പറയുന്ന സ്വഭാവം ആർക്കെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അവൻ ദുനിയാവിൽ എല്ലാ ഖൈറും അവന് നഷ്ടപ്പെട്ടു പോയി എന്ന ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ? അതാണ് നമ്മൾക്ക് വേണ്ടത്. ഒരുപാട് അറിവുണ്ടായിട്ടെന്താ, ഒരുപാട് സമ്പത്തുണ്ടായിട്ടെന്താ? സ്വന്തം ഭാര്യയോടും കുടുംബത്തോടും നാട്ടുകാരോടും പെരുമാറാൻ അറിയാത്ത ഒരാൾക്ക് എത്ര പണമോ സമ്പത്തോ മറ്റ് സ്വത്തുക്കളോ കിട്ടിയാലും ഒരു ഉപകാരവും ലഭിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയണം. അതേപോലെ തന്നെ പെരുമാറ്റങ്ങളിലും ഭാര്യയ്ക്ക് തോന്നണം. സംസാരങ്ങളിൽ മാത്രം പോരാ. കുറേ ഭാര്യയെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ് അവൾക്കൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. അവൻ്റെ എല്ലാ കാര്യവും നടക്കാൻ വേണ്ടിയിട്ട് അവളെ കുറേ പൊക്കിപ്പറയുക. അതുകൊണ്ടാണ് സംസാരം മാത്രം നന്നാക്കിയാൽ പോരാ എന്ന് പറയുന്നത്. ആ സംസാരത്തിനനുസരിച്ചുള്ള പെരുമാറ്റവും ഭർത്താവിൽ നിന്ന് ഭാര്യ കണ്ടുകൊണ്ടേയിരിക്കേണ്ടതുണ്ട് അല്ലേ? അത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നത്. ഏത് യാത്ര കഴിഞ്ഞാലും കുടുംബത്തിലെ ഭാര്യയ്ക്ക് വേണ്ടി, തൻ്റെ ഇണകൾക്ക് വേണ്ടി സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു വേള പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ ആയിഷ ബീവിക്ക് ഒരു പളുങ്കിൻ്റെ പാത്രം സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. വ്യത്യസ്ത റിപ്പോർട്ടുകളും വ്യത്യസ്ത ചരിത്രങ്ങളുമായി ഈ സംഭവത്തിൻ്റെ ഇതേ സമാനമായ സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെടാറുണ്ട്. ആയിഷ ബീവി ഒരല്പം വിമിഷ്ടമായ ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയിലായിരുന്നു ആ നേരത്ത്. ഒരല്പം ദേഷ്യത്തിലാണ്. ഈ കൊടുത്ത സമ്മാനം റസൂലുള്ളാഹിയുടെ മുമ്പിൽ വെച്ച് തന്നെ എറിഞ്ഞുടക്കാണ് ആയിഷ റളിയല്ലാഹു അൻഹ. യാത്ര കഴിഞ്ഞ് ഒരു നല്ലൊരു സമ്മാനമായിട്ട്, ഏറ്റവും വിലപിടിപ്പുള്ളൊരു മൂല്യമായിട്ട് ഭാര്യയ്ക്ക് സമ്മാനം കൊടുക്കുമ്പോൾ തനിക്ക് അംഗീകാരം കിട്ടുമെന്ന് കരുതിയിട്ട അള്ളാഹുവിൻ്റെ റസൂൽ ഏത് ഭർത്താക്കന്മാർ നൽകുന്നത് പോലെ നൽകിയത്. കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് ഇത് എറിഞ്ഞുടച്ചു ആയിഷ റളിയല്ലാഹു അൻഹ. നമ്മൾ ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും നമ്മുടെ പ്രതികരണം ആ നേരത്ത് അല്ലേ? നമ്മൾക്ക് ശമ്പളം കിട്ടി, സാലറി കയ്യിലേക്ക് വന്നു, അപ്പം മനസ്സിൽ അപ്പം തോന്നുകയാണ് ഒരു നല്ല ചിന്ത, ഈ സാലറിയുമായി ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഇന്ന് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഞാനിതാ ഇന്ന സമ്മാനങ്ങളൊക്കെ ഒന്ന് ഒരുക്കി കൊടുക്കട്ടെ. എല്ലാ നിലക്കും മറ്റുള്ള സമയങ്ങളൊക്കെ, വേണ്ട സമയങ്ങളൊക്കെ മാറ്റിവെച്ച് ആ കുടുംബത്തിന് വേണ്ടി നല്ല സമ്മാനങ്ങൾ മേടിച്ച് ആ ഗിഫ്റ്റുമായി വീട്ടിലേക്ക് വന്നു അല്ലേ? കോളിംഗ് ബെല്ലടിച്ച് വാതിൽ തുറന്ന് ഈ ഭാര്യയുടെ കയ്യിലേക്ക് ഈ സമ്മാനം കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഡ്രസ്സോ എന്തോ ആകട്ടെ, ആ സമ്മാനം കൊടുക്കുമ്പോൾ ഇതാ ഇപ്പോൾ കൊണ്ടുവന്ന് ചോദിച്ചിട്ട് നമ്മുടെ മുമ്പിലേക്ക് തന്നെ എറിഞ്ഞാലോ എന്തായിരിക്കും അവസ്ഥ അല്ലേ? ആയിഷ ബീവി ആ പാത്രം എറിഞ്ഞുടക്കാണ്. നമ്മൾ കൊടുത്തതാണോ എറിഞ്ഞതെങ്കിലോ അതിന് കേട് സംഭവിച്ചാലോ? ആ ഭർത്താവിൻ്റെ കൈ ആ ഭാര്യയുടെ ശരീരത്തിലെ ഏത് ഭാഗത്തേക്കാ പോകുക എന്ന് പറയാൻ പറ്റൂല അല്ലേ? പക്ഷേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ആയിഷ ഇത് വൃത്തിയാക്കാമായിരുന്നു, നീ ആ ചൂലെടുത്തു വാ. ആയിഷ ബീവി ചോദിക്കുന്നു, റസൂലേ ഒന്ന് ശകാരിച്ചുകൂടായിരുന്നോ, എന്നെ വേദനിപ്പിച്ചുകൂടായിരുന്നോ? ആയിഷ ബീവി തിരിച്ചു ചോദിക്കുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ആയിഷ ഞാനത് ചെയ്തിരുന്നുവെങ്കിൽ ഞാനൊരു നല്ല ഭർത്താവ് എങ്ങനെയാകും? ഇതാ സഹോദരന്മാരെ, ഏത് സമയത്തും നമ്മൾക്കുണ്ടാകേണ്ട ഗുണപാഠങ്ങളായത്. ഭാര്യയെ കണ്ടറിഞ്ഞ് പെരുമാറാൻ ഏതവസ്ഥയിലും എല്ലാ സമയത്തും ഒരേപോലെ ആയിരിക്കില്ല. ആണാകട്ടെ പെണ്ണാകട്ടെ ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ. പെരുമാറ്റങ്ങളിൽ നന്മ ഭാര്യയ്ക്കും വേണം ഭർത്താവിനും വേണം. എങ്കിലേ കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ അല്ലേ? നല്ല രീതിയിൽ ഭാര്യയോട് വർത്തിക്കാൻ കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്,
എനിക്ക് മെൻസസ് ഉള്ള സമയത്ത് ഞാൻ ഋതുമതിയായിരിക്കെ ഞാനൊരു പാത്രത്തിൽ വെള്ളം കുടിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂല് എൻ്റെ വായ വെച്ച സ്ഥലം നോക്കും ആ പാത്രത്തിൽ, എന്നിട്ട് അവിടെ തന്നെ ഹബീബിൻ്റെ വായ വെക്കുമായിരുന്നു. എന്തിനാ? ആ കാലഘട്ടത്തിൽ ജൂതൻ്റെ സമ്പ്രദായമാ, ഒരു പെണ്ണിന് ആർത്തവം ബാധിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്താണ് ആ പെണ്ണ്. ജൂതന്മാർ അങ്ങനെയായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി എവിടെയാണോ വായ വെച്ചത്, തൻ്റെ ഭാര്യ എവിടെയാണോ വായ വെച്ചത്, അല്ലേ, അവിടെ തന്നെ വായ വെച്ചിട്ട് ആ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക. ഇന്നോ ഒക്കെ സങ്കല്പിച്ച് നോക്കിയേ നിങ്ങൾ, അല്ലേ? ഒരു ഭാര്യ ഭക്ഷണം തരാൻ നോക്കുമ്പോൾ മുഖം കൊണ്ട് നമ്മൾ മാറ്റിക്കളിയത്. അതെന്താ? എല്ലാം തോറ്റുപോകല. അങ്ങനെ ആ ഒരു ഭക്ഷണം ഒരു ഉരുള ഞാൻ കഴിച്ചു പോയാൽ ഞാൻ ആ ഭാര്യയുടെ കാലിൻ്റെ ചുവട്ടിലായി എന്ന ഭർത്താക്കന്മാരുടെ ധാരണ. ഇതുപോലെ അതേപോലെ തന്നെ ആയിഷ ബീവി പറയാറില്ലേ, അല്ലേ, റസൂലുള്ളാഹിയുടെ ഭാര്യമാർ പറയാറില്ലേ, ഒരേ പാത്രത്തിൽ നിന്നാണ് ഞങ്ങൾ കുളിക്കാറുള്ളത്, ഒരേ ബക്കറ്റിൽ വെച്ച് റസൂലുള്ളാഹിയും തൻ്റെ ഭാര്യയും കുളിക്കുമായിരുന്നു, ജനാബത്തിന് വേണ്ടി കുളിക്കുമായിരുന്നു. എന്താ? എല്ലാ നിലക്കും അംഗീകാരം കൊടുക്കുക. ആ നിലക്ക് ഭാര്യയോട്, തൻ്റെ ഇണയോട് പെരുമാറാനും അംഗീകരിക്കാനും സഹോദരന്മാരെ സാധിക്കേണ്ടതുണ്ട്. ഇത് ലോകത്തുള്ള എല്ലാവരോടും നല്ലതായിട്ടുള്ള സംസാരിക്കുന്നു. കുടുംബത്തിലെത്തുമ്പോൾ മാത്രം സ്വഭാവത്തിൽ പരുഷത വരുന്ന ഒരു രീതി നമ്മൾക്കൊരാൾക്കും പാടില്ല എന്ന് നാം അറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ നല്ല ഒരു ഭർത്താവ്, അവൻ എപ്പോഴും ചിന്തിക്കും, എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി ഭംഗിയുള്ളവളായിരിക്കണം, എനിക്ക് വേണ്ടി ഒരുങ്ങണം, നല്ലതാണ് ഞാൻ എൻ്റെ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു ഭർത്താവ് അവൻ നല്ലവനാണെങ്കിൽ അവനെന്ത് ചെയ്യണം? ആ ഭാര്യയ്ക്ക് വേണ്ടി സീനത്ത് അവനും, അലങ്കാരം അവനും അണിയേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നി ഉഹിബ്ബു അൻ യതസയ്യന ലിംറഅതി കമാ ഉഹിബ്ബു അൻ തതസയ്യന ലി. ഞാൻ ഇഷ്ടപ്പെടുകയാണ് എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നത് പോലെ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാനും വൃത്തിയുള്ളവനായിട്ട് നടക്കാൻ. വൃത്തി എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിൽ ഒതുങ്ങിയതായിരിക്കണം. ആ നിലക്കുള്ള വൃത്തി, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വൃത്തി, അലങ്കാരം, നല്ല വസ്ത്രം, ആ നിലക്ക് ഭാര്യയോട് പെരുമാറാൻ സാധിക്കേണ്ടതുണ്ട്. ഭാര്യയുടെ സമീപത്തേക്ക് പോകാനും കഴിയേണ്ടതുണ്ട്. ഭാര്യയുടെ വീട്ടിലേക്ക് പോകുക, അല്ല ഒരു വീട്ടിലെ കല്യാണത്തിന് പോകുക, ഭാര്യൻ്റെ കുടുംബത്തിന് സൽക്കാരത്തിന് വേണ്ടി പോകുക. ഭാര്യ പറയാണ്, ഇതാ ഇന്ന വസ്ത്രം ധരിക്കുക, എനിക്കത് ഇഷ്ടമാണ്. എന്താ ചെയ്യേണ്ടത്? അത് ധരിച്ചു കൊടുക്കുക. അവൾക്ക് ഇഷ്ടമാണോ? ഈ വസ്ത്രത്തിലാണോ എന്നെ കാണാൻ അവൾക്ക് താല്പര്യമുള്ളത് എങ്കിൽ ആ വസ്ത്രം ധരിക്കുക. ഇസ്ലാമികപരമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ആ വസ്ത്രം ധരിക്കുക. നമ്മൾ പെണ്ണിന് മാത്രമല്ല, നമ്മളൊക്കെ കേൾക്കാറുള്ളത് അതുമാത്ര അല്ലേ, ഭർത്താവിൻ്റെ മുമ്പിലേക്ക് അണിഞ്ഞൊരുങ്ങണം. ആഭരണങ്ങളാകട്ടെ, വസ്ത്രമാകട്ടെ, സൗന്ദര്യങ്ങളാകട്ടെ ഒക്കെ ഭാര്യ ഭർത്താവിൻ്റെ മുന്നിൽ വരണം. ഇത് വാശിയുണ്ട് ഭർത്താക്കന്മാർക്ക്. പക്ഷെ തിരിച്ചു എപ്പോഴും ആ നിലക്ക് തന്നെ ഒരു കള്ളിത്തുണി കൊടുത്തിട്ടായിരിക്കും ബെഡ്റൂമിൽ ഉണ്ടാകുക, അല്ല ആ നിലക്കായിരിക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എവിടെയും ഒരു വ്യക്തിത്വം നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരാൾക്ക് അറപ്പോ വെറുപ്പോ ഉണ്ടാക്കുന്ന ഒരവസ്ഥയിൽ ഉണ്ടാകരുത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലേ, ഏത് യാത്ര കഴിഞ്ഞാലും അവിടുന്ന് ആദ്യം ചെയ്യുന്നത് പള്ളിയിൽ പോയി നമസ്കരിക്കും. വീട്ടിൽ കയറുമ്പോഴോ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യം ബ്രഷ് ചെയ്യും. ഒരു യാത്ര കഴിഞ്ഞ് വന്നാൽ അതേപോലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബ്രഷ് ചെയ്യുന്നു. എന്തുകൊണ്ടാ? ഒരു മനുഷ്യന് പ്രയാസമുണ്ടാക്കുന്നതൊന്നും ഒരാളിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണത്. അത് കിടപ്പറയിൽ പോലും അത് സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ നിന്നെ പേടിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് പറയാനുള്ള മടിയുണ്ടാകും. എന്നിരുന്നാലും മനസ്സിൽ നിന്ന് മായാത്ത ചില വൃത്തികേടുകളുണ്ട്. അത് ആണിലാകട്ടെ പെണ്ണിലാകട്ടെ, സഹോദര സഹോദരി, നമ്മളോ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരോ ഒരാൾക്കും അതുണ്ടാകാൻ പാടില്ല എന്ന് നാം ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭാര്യ ഭർത്താവിന് വേണ്ടി നല്ല ഡ്രസ്സുകളൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടാകും, അല്ലേ? ഒരു പ്രത്യേകമായ വസ്ത്രം, ഇന്നലെ ആ വസ്ത്രം അയൺ ചെയ്യാത്തതിൻ്റെ പേരിൽ എത്രയോ പഴി പറഞ്ഞിരുന്നു ഭാര്യയെ. അതുകൊണ്ട് ഇന്ന് ഭാര്യ ആ വസ്ത്രം അയൺ ചെയ്തു വെച്ചു. അപ്പോഴോ ഭർത്താവിന് ആ വസ്ത്രം വേണ്ട, വേറെയാ വേണ്ടത്. ഈ നിലക്ക് എപ്പോഴും ഒരു അംഗീകാരം കൊടുക്കാതെ പെരുമാറ്റങ്ങളിലും അതേപോലെ ഒരുക്കങ്ങളിലും
അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്ന പെരുമാറ്റങ്ങൾ സഹോദരങ്ങളെ ഭർത്താക്കന്മാരും ഏറെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അറിയണം, തെറ്റുകൾ തിരുത്തുന്ന വിഷയത്തിൽ പോലും എല്ലാവരും പാലിക്കേണ്ട മര്യാദകൾ അത് പാലിച്ചേ മതിയാകാൻ പാടുള്ളൂ. എത്രയോ തവണ നിങ്ങൾ കേട്ട ഒരു ഹദീസായിരിക്കും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലേക്ക് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് വ്യഭിചരിക്കാൻ അനുവാദം എന്താ? എനിക്ക് വ്യഭിചരിക്കണം, അതിനുള്ള ഒരു പെർമിഷൻ എന്താ? ആരോടാ ചോദിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വന്നിട്ടാണ് ചോദിക്കുന്നത്. സഹാബികൾ പറഞ്ഞു, റസൂലെ, അയാൾ ഇങ്ങോട്ട് വിട്ടുതാ, ഞങ്ങൾ കൈകാര്യം ചെയ്യട്ടെ. അല്ലേ, എന്തൊരു മനുഷ്യനാണിത് എന്ന് പറഞ്ഞ അറപ്പോടുകൂടി ആ വ്യക്തിയെ നോക്കിയ ആളുകളുണ്ട്. ഒരു തെറ്റിന് വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാളെ വിട്, അയാൾ ഇങ്ങോട്ടേക്ക് വിട്. റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് എത്തി, ചോദിച്ചു, എന്താ വേണ്ടത്? എനിക്ക് വ്യഭിചരിക്കണം റസൂലേ. എന്താ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തെറ്റിനെ എങ്ങനെയാണ് പ്രതിരോധിച്ചത്? ആ വ്യക്തിയെ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്? നീ സങ്കല്പിക്ക് മനുഷ്യ, നിന്റെ ഉമ്മ ഈ സ്ഥാനത്ത് വരാൻ നിനക്ക് താല്പര്യമുണ്ടോ? അഥവാ നിന്റെ ഉമ്മയെ തേടി മറ്റൊരാൾ നിന്റെ ഉമ്മയെ വ്യഭിചരിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ? ഇല്ല റസൂലേ. നിന്റെ പെങ്ങളോ? ഇല്ല. നിന്റെ മകളോ? ഇല്ല. നിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളെയും നീ എന്ത് ചെയ്യുന്നില്ല? ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ നീ വ്യഭിചരിക്കുന്നത് ആരുടെയോ ഉമ്മയല്ലേ, ആരുടെയോ പെങ്ങളല്ലേ, മകളല്ലേ? ഈ നിലക്ക് അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് ആ വിഷയത്തെക്കുറിച്ച്, ആ വിഷയത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നത്. അദ്ദേഹം തിരിച്ചുപോയി, അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, നേരെ മറിച്ചോ സഹാബികൾ കൈകാര്യം ചെയ്താലോ ആ തെറ്റിൻ്റെ ഗൗരവം മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? ഇല്ല. ഇതേപോലെയാണ് നമ്മളും ചെയ്യേണ്ടത്. ഭാര്യയിൽ നിന്ന് അബദ്ധങ്ങൾ വന്നുപോയി. ഒരുപാട് ആളുകൾക്ക് ഈ വിഷയത്തിൽ ഇന്ന് തെറ്റുകൾ സംഭവിക്കാറുണ്ട്, അല്ലേ? അബദ്ധം പറ്റിപ്പോയി. ആ പറ്റിയതിൽ ഒരു ഭാര്യയെ ഉപദേശിക്കുമ്പോൾ ഞാൻ എന്തിനാ ഉപദേശിക്കുന്നത് എന്ന് ആ ഭർത്താവ് ചിന്തിക്കണ്ടേ? ഞാൻ ഉപദേശിക്കുന്നത് എന്തിനാ? അതെങ്ങനെയാണ് ഉപദേശിക്കേണ്ടത്? എൻ്റെ ഉപദേശം കിട്ടിയാൽ എൻ്റെ ഭാര്യ എന്തായി മാറിയിരിക്കണമെന്ന് ഈ 3 കാര്യങ്ങളും അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കിയിട്ട ഒരാളെ ഉപദേശിക്കാൻ നമ്മൾ പോകേണ്ടത്. ഇതോ അബദ്ധം പറ്റിപ്പോയ മനുഷ്യനെ ഒരു കുഴിയിലേക്ക് കുഴിച്ച് അതിലിട്ട് വെട്ടി നുറുക്കുന്നത് പോലെയാ ആളുകളൊക്കെ ഉപദേശിക്കുന്നത്. പാടില്ല, അല്ലേ? അതോടുകൂടി ഒരു ചാൻസ് കിട്ടാൻ കാത്തിക്കുക ഭാര്യയും ഭർത്താവും പരസ്പരം. എന്താ ഭർത്താവിൻ്റെ അടുത്തൊരു മിസ്റ്റേക്ക് വരുന്നത്? ഭാര്യ കാത്തിരിക്കുക. ഇതുപോലെ ഭർത്താവും കാത്തിരിക്കുകയാണ് ഒരബദ്ധം കിട്ടിപ്പോകാൻ. പിന്നെ ആ വിഷയത്തിൽ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞുകൂടുന്നത്. അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇസ്ലാമിൻ്റെ ശിക്ഷണം അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ 7 വയസ്സാകുമ്പോൾ മക്കളെ നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ടും നിസ്കരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അല്പം വേദന ഉണ്ടാകുന്ന രീതിയിൽ അവരെ തല്ലിക്കോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താ 7ാമത്തെ വയസ്സിൽ തല്ലാൻ പറയാത്തത്? ആ സമയത്ത് അറിയില്ല. ഒരു കുട്ടിക്കറിയണ്ടേ എന്നെ എന്തിനാ എൻ്റെ ബാപ്പ തല്ലുന്നത് എന്ന്? ഒരു ചെറിയ കുട്ടിയെ തല്ലുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാകുന്നില്ല എന്നെ എന്തിനാ തല്ലുന്നത് എന്ന്. ഇതുപോലെ ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ ആരാകട്ടെ, പ്രത്യേകിച്ച് വിശിഷ്യ പുരുഷന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്. തൻ്റെ ഇണയിൽ നിന്ന് ഒരബദ്ധം, ഒരു തെറ്റ് തന്നെ അറിഞ്ഞോ അറിയാതെയോ ചെറുതോ വലുതോ വന്നുപോയാൽ അതിനുവേണ്ടി ഉപദേശിക്കുന്ന സമയത്ത് പോലും മാന്യത കൈവിട്ടുകൊണ്ടുള്ള ഒരു ഉപദേശം പാടില്ല. ആ നിലക്കൊരു ഉപദേശം പാടില്ല. എപ്പോഴും എൻ്റെ ഉപദേശം കിട്ടിയാൽ ആ ഭാര്യയ്ക്ക് തോന്നണം, ഉപദേശിക്കേണ്ട ഭർത്താവിൻ്റെ മുഖം കണ്ടാൽ അറിയാം ഭാര്യയ്ക്ക്, ഇതാ എന്തോ ഒരബദ്ധം വന്നു പോയിട്ടുണ്ട് എൻ്റെ അടുക്കൽ, അത് തിരുത്താൻ തയ്യാറാകും. ആരും ബോധപൂർവം ഒരു വലിയ തെറ്റൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കില്ല. ഭർത്താവിനെ പ്രയാസപ്പെടുത്താൻ ഒരു ഭാര്യയും ഉദ്ദേശിക്കില്ല സാധാരണ രീതിയിൽ, അല്ലേ? പിന്നെന്താ, അത് സംഭവിച്ചു പോയതാ. ആ നിലക്ക് ഭർത്താവ് മനസ്സിലാക്കണം. ഇതൊക്കെയാണ് നമ്മുടെ സംസാരങ്ങളിലും പെരുമാറ്റങ്ങളിലും തിരുത്തലുകളിലൊക്കെ സ്വഭാവരംഗത്ത് മാറേണ്ട മാറ്റങ്ങളാണ്. എന്ത് നല്ലതായിരിക്കും അത്തരം കുടുംബങ്ങൾ, നേരെ മറിച്ചോ മറ്റേതോ? ഈ അബദ്ധത്തിൽ ഇത്രമാത്രം ശകാരിക്കുമ്പോൾ ഭാര്യയുടെ മനസ്സിൽ പറയുന്നുണ്ട്, ഇൻഷാ അല്ലാ കാണട്ടെ, ഇപ്പോഴല്ലേ നിങ്ങൾക്കൊരവസരം കിട്ടിയത്, 2 ദിവസം കൊണ്ട് എനിക്കും കിട്ടും, അങ്ങനെയാ നമ്മുടെ ജീവിതം എന്ന് മനസ്സ് പറയുന്നുണ്ടാവും. അത് കിട്ടിയാലോ ഒക്കെ കേൾക്കേണ്ടി വരും, അല്ലേ? അതുകൊണ്ട് പരസ്പരം പക തീർക്കുന്ന ഒരവസ്ഥയിലേക്ക് പ്രിയപ്പെട്ടവരെ ഒരു മുസൽമാൻ്റെ കുടുംബം ഉണ്ടാകാൻ പാടില്ല. അള്ളാൻ്റെ ബർക്കത്ത് വേണം അവിടെയൊക്കെ.
അള്ളാഹുവിൻ്റെ ബർക്കത്ത്, അള്ളാഹുവിൻ്റെ സ്നേഹം, അള്ളാഹുവിൻ്റെ പ്രീതി നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഉണ്ടായേ പറ്റൂ. എല്ലാവരും വരുന്നു കുടുംബജീവിതം കണ്ട്, അതിൻ്റെ ഫോട്ടോകൾ കണ്ട്, അതേപോലെ തന്നെ എല്ലാ നിലക്കുള്ള പല പൊങ്ങച്ച പറച്ചിലുകളും കേട്ട് ആളുകളൊക്കെ വിചാരിക്കുകയാണ് നല്ല കുടുംബമാണ്. പക്ഷെ അള്ളാഹിൻ്റെ ബർക്കത്തില്ലെങ്കിലോ ആ വീട്ടിൽ ഒരു സുഖവും ഉണ്ടാകില്ല. ആ ബർക്കത്തിന് എന്താ വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനസ് റളിയല്ലാഹുവിനോട് പറയുന്നത്, മോനെ വീട്ടിൽ കയറുമ്പോൾ സലാം പറഞ്ഞു, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നീ ഇദാ ദഖൽത അലാ അഹ്ലിക് ഫസല്ലിം, വീട്ടിൽ കയറുമ്പോൾ സലാം പറയാം. അല്ലേ, ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ സലാം പറഞ്ഞേ പറ്റൂ. വീട്ടിൽ കയറുമ്പോൾ ബിസ്മില്ല പറയണം. എന്തിനാ? ബിസ്മില്ല പറഞ്ഞ വീട്ടിൽ ശൈത്താൻ താമസിക്കൂല. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല പറയണം, കൂടെ ഭക്ഷണം കഴിക്കുകയുമില്ല എങ്കിൽ പിശാച്. അതേപോലെ വീട്ടിൽ കയറുമ്പോൾ സലാം പറയുക. ആ സലാമുക ബർക്കത്തൻ അലൈക വഅലാ അഹ്ലി ബൈതിക്, നിനക്കും നിൻ്റെ വീട്ടുകാർക്കും അതിലൊരു ബർക്കത്തുണ്ടാകും. ആദ്യം നിനക്കുണ്ടാകും ആ ബർക്കത്ത്. അള്ളാഹുവിൻ്റെ ഗുണങ്ങളാണ് വരുന്നത് ആ ബർക്കത്തിലൂടെ. ഒരുപാട് സമ്പത്തോ ഒരുപാട് സ്വത്തുക്കളോ ഒന്നുമായിരിക്കില്ല, പക്ഷെ ഉള്ളതിൽ മനസ്സറിഞ്ഞ് തൃപ്തിയറിഞ്ഞ് ജീവിക്കാൻ ഒരു പക്ഷേ നിനക്ക് കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ഭർത്താക്കന്മാർ അറിയേണ്ടതാണ്, വീട്ടിലേക്ക് കയറി വരുമ്പോൾ സലാം പറയാം. ഇതും നാട്ടുകാരോട് മുഴുവനും പറയാറുണ്ട്. സ്വന്തം കുടുംബത്തിൽ കയറി വരുമ്പോൾ ഇല്ല. അതെന്താ? എല്ലാം പറഞ്ഞു വെക്കും. ഞാൻ വീട്ടിൽ കയറി വരുമ്പോൾ ഡോറ് അല്ലേ, അത് ഉള്ളിൽ ചാവി വെക്കാൻ പാടില്ല. എന്താ? ഒരു സെക്കൻഡ് പുറത്ത് വൈകിപ്പോകും. ഉള്ളിൽ ചാവി വെക്കുകയാണെങ്കിൽ ബെല്ലടിച്ച് അവർ വന്ന് തുറന്നു തരേണ്ടി വരും. അതുകൊണ്ട് അവിടെ ചാവി വെക്കാൻ പാടില്ല. ഈ എന്തൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കും? നമ്മളൊക്കെ എല്ലാവരും കൊടുക്കലുണ്ട്. സലാം പറയുമോ? ഒന്നുമില്ല. ആ നിലക്കാകരുത് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ. വിശിഷ്യ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണാൻ നമ്മൾക്ക് എത്രമാത്രം തിരക്കുള്ള വ്യക്തിയായിരുന്നു, എന്തുമാത്രം ഭാരങ്ങളുള്ള വ്യക്തിയായിരുന്നു, എത്രായിരം ആളുകളുടെ പ്രശ്നത്തിന് പരിഹാരങ്ങൾ തീർക്കേണ്ട വ്യക്തിയായിരുന്നു. എന്നിട്ട് പോലും ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി യഅനി ഖിദ്മത അഹ്ലി ഫഇദാ ഹളറത്തിസ് സ്വലാത്ത് ഖറജ ഇലസ് സ്വലാത്ത്. റവാഹുൽ ബുഖാരി. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസുകൾ കാണാം, ഒരുപാട് റിപ്പോർട്ടുകൾ കാണാം ഇതേ ഹദീസിൻ്റെ വ്യത്യസ്ത ശൈലികളിൽ. പ്രിയപ്പെട്ടവരെ, മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിലെ ഭാര്യമാരെ വീട്ടുവേലകൾ ചെയ്ത് സഹായിക്കുമായിരുന്നു. അല്ലേ? പറയാൻ കഴിയുമോ? നമ്മൾക്ക് എല്ലാവരും പറയുന്നവരും കേൾക്കുന്നവരും ലേഖനങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് എഴുതുന്നവരും ഇതൊക്കെ വായിക്കുന്നവരും എല്ലാവരും കണക്കാ. ആണുങ്ങൾ പുരുഷന്മാരെല്ലാവരും കണക്കാ. സ്ത്രീകൾ പറയാറുണ്ട്, ഭർത്താവ് ജോലിയൊന്നും ചെയ്തു തരണ്ട, ഹിദ്മയൊന്നും ചെയ്തു തരണ്ട, ഒന്ന് അവിടെ വന്ന് നിന്നാൽ മതി, ഇനി അതും വേണ്ട, അവിടെ ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി. അല്ലേ? ഇതോ ഭർത്താവ് വീട്ടിൽ വന്നാൽ ആ വ്യക്തിയെ എത്രമാത്രം പരിചരിച്ചാലും മതിയാകൂല, അയാളുടെ അടുത്തേക്ക് പോകാനേ നേരം ഉണ്ടാകൂ. നേരെ മറിച്ച് അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ ഭാര്യയ്ക്ക് വേണ്ടി അങ്ങോട്ട് ഖിദ്മ ചെയ്തു കൊടുക്കുക. ചെരുപ്പ് തുന്നാറുണ്ടായിരുന്നു നമ്മുടെ നേതാവ്. ചിന്തിക്കാനൊക്കുമോ നമ്മൾക്ക്? അല്ലേ? അല്ലാഹുവിൻ്റെ റസൂല് ചെരുപ്പ് തുന്നുമായിരുന്നു, തുന്നിക്കൂട്ടിയ വസ്ത്രങ്ങൾ ധരിക്കുമായിരുന്നു, ആടിനെ കറക്കുമായിരുന്നു. അത്രത്തോളം വിനയത്തിൻ്റെ ഉടമയാ. ഒരു സദസ്സ് ദൂര നാടുകളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്ന് പലരും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഹബീബും അതേപോലെ സഹാബത്തും ഒരു സദസ്സിലിരിക്കുകയാണെങ്കിൽ ആരാ നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് എന്ന് അവർ ചോദിക്കുകയായിരുന്നു. അത്രമാത്രം വിനയത്തിൻ്റെ ഉടമയാ. ആടിനെ കറക്കുന്ന, ചെരുപ്പ് തുന്നുന്ന, വസ്ത്രം തുന്നുന്ന, വീട്ടുവേലകളിൽ ഭാര്യയെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇദാ ഹളറത്തിസ് സ്വലാത്ത് ഖറജ ഇലസ് സ്വലാത്ത്, നിസ്കാരത്തിന് വേണ്ടി ബാങ്കി വിളിക്കപ്പെട്ടാൽ പള്ളിയിലേക്ക് കുതിക്കുമായിരുന്നു എന്ന് അല്ലാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് ആയിഷ ബീവി പറയുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നില്ലേ, സുബ്ഹി നമസ്കാരത്തിൻ്റെ മുമ്പ് റസൂലുള്ളാഹി എഴുന്നേൽക്കും, തഹജ്ജുദ് നിസ്കരിക്കും. എന്നിട്ടോ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹ ആ നേരത്ത് എഴുന്നേറ്റിരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ ആയിഷ ബീവിയോട് സംസാരിച്ചുകൊണ്ട് ആ സുബഹിക്ക് പള്ളിയിൽ പോകുക. ഭാര്യയോട് ഒരല്പം സംസാരിക്കൽ ഖൈർ അല്ലേ ആ നേരത്ത്. ഇനി അല്ല, ഉറക്കിലാണോ, ഒരല്പം ചെരിഞ്ഞു കിടക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്നിട്ട് ആ പള്ളിയിലേക്ക് പോകാറുള്ളത് സുബഹിക്ക്. സഹോദരന്മാരെ, നോക്കൂ നിങ്ങൾ, എല്ലാ നിലക്കും ഭാര്യയെ വീട്ടുജോലികളിൽ പോലും സഹായിക്കുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ
സ്വഹാബികൾ, മുൻകാലത്തെ സലഫുകൾ അല്ലേ, താബിയങ്ങളും തബഉ താബിയങ്ങളുടെയൊക്കെ ജീവിതത്തിലും അവരുടെയൊക്കെ ചരിത്രങ്ങളിലും ഈ വിഷയം കാണാൻ നമ്മൾക്ക്. ആ നിലക്ക് എല്ലാ നിലക്കും ഒരു അംഗീകാരം കൊടുത്തവരെ സഹായിക്കുമ്പോൾ അവർക്ക് ബോധ്യപ്പെടുകയാണ്, ഞാനിതാ അംഗീകരിക്കപ്പെട്ട ഭാര്യയായിരിക്കുന്നു. ഇത് വീട്ടുവേലകളിൽ ഈ നിലക്ക് ഖിദ്മ ചെയ്യില്ല എന്ന് മാത്രമല്ല, നേരെ മറിച്ചോ ചെയ്യുന്നതിനൊക്കെ കുറ്റം പറയുന്ന ഒരു രീതിയാണ് ഭർത്താക്കന്മാർക്കുണ്ടാകുന്നത്. പാടില്ല സഹോദരന്മാരെ. പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യയ്ക്ക് അസുഖം വരുമ്പോൾ, അതേപോലെ തന്നെ പ്രയാസങ്ങൾ സംഭവിക്കുമ്പോൾ ഭർത്താവല്ലേ ആ ജോലി എടുക്കേണ്ടത് അല്ലേ? ഒരു കഞ്ഞി വെക്കാൻ പോലും അറിയാത്ത ഭർത്താക്കന്മാരുണ്ട് അല്ലേ? ഒരു ഭാര്യ ഒന്ന് പനിച്ചു കിടക്കുകയാണെങ്കിൽ 4 മക്കളും ഈ വ്യക്തിയും തമ്മിൽ എന്താ ചെയ്യേണ്ടതെന്നറിയാത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ കുടുംബം, ഭർത്താവിനൊരു അസുഖം വന്നാൽ വീട്ടിലത്തെ ജോലിയുണ്ട്, അതിൻ്റെ കൂടെ എക്സ്ട്രാ ഈ ഭർത്താവിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഈ ഭാര്യ ഉണ്ടാക്കി കൊടുക്കും. ശരിയാണത്. ഭാര്യയ്ക്ക് അസുഖം വന്നാലോ അല്ലേ, ജോലി കഴിഞ്ഞ് വരുമ്പം അപ്പോഴാണ് അറിയുന്നത് ഭാര്യ പുതപ്പെട്ട് മൂടി കിടന്നുറങ്ങുക. മക്കൾ പറയാണ്, ഉമ്മക്ക് പനിയാണ് അല്ലേ, ഉമ്മക്ക് പനി ബാധിച്ച് കിടക്കുകയാണ് ഉമ്മ. അന്ന് സഹിച്ച്, അന്ന് അങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. 2ാം ദിവസം അതും ചിലപ്പോൾ സഹിക്കും. പിന്നെ 3ാം ദിവസം ഇതുപോലെ തന്നെ കിടക്കുകയാണെങ്കിൽ മുറുമുറുപ്പ് തുടങ്ങി അല്ലേ. ആ വർത്താനം കേൾക്കുമ്പോൾ ഭാര്യ പറയും, പനിയാകട്ടെ എന്തസുഖാകട്ടെ കുടുങ്ങിപ്പോയി എന്ന നിലക്ക് ഈ ഭർത്താവിൻ്റെ സംസാരം കേട്ടിട്ട് അല്ലേ, ആ പനി ബാധിച്ചുകൊണ്ട് രോഗം ബാധിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് വന്ന് കരഞ്ഞുകൊണ്ട് ആ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഭാര്യ, അത് മുന്നിൽ വെച്ച് തിന്നുമ്പോഴുണ്ടല്ലോ, ഭക്ഷിക്കുമ്പോഴുണ്ടല്ലോ, ആ ഭാര്യ നിനക്ക് വിളമ്പിത്തരുന്ന ഭക്ഷണമല്ല നീ തിന്നുന്നത്, ആ പെണ്ണിൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന ചോരയാ നീ ഭക്ഷിക്കുന്നത് എന്ന ബോധം ഓരോ ഭർത്താക്കന്മാർക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട് അല്ലേ. ഒരു സേവനങ്ങൾ ചെയ്യില്ല എന്ന് മാത്രമല്ല, കുടുങ്ങിപ്പോകുമ്പോൾ പോലും ഈ നിലക്ക് ഭാര്യമാരെ പ്രയാസപ്പെടുത്തുന്ന ഭർത്താക്കന്മാർ, സഹോദരങ്ങളെ, ഒരു കുടുംബത്തിലും ആ നിലക്ക് നീചന്മാരായി തീരുന്ന ഒരവസ്ഥ നമ്മൾക്കുണ്ടാകാൻ പാടില്ല. ഖിദ്മ ചെയ്യുമ്പോഴല്ലേ, അവരെ സഹായിക്കുമ്പോഴാണ് പഠിക്കുന്നത്. അതേപോലെ തന്നെ അതല്ല, അവർക്കൊരു പ്രയാസങ്ങൾ ബാധിക്കുമ്പോൾ എന്താണോ അവർക്ക് വേണ്ടത് ആ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണ് ആണുങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പുരുഷന്മാർക്ക് അസുഖം ബാധിക്കുമ്പോൾ എല്ലാ നിലക്കും ഭർത്താവിന് ആ ഭാര്യ തണലാകുന്നത് പോലെ ആ ഭാര്യയ്ക്കും ഒരു തണലാകാൻ ഭർത്താവിന് കഴിയണം. അതാ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മവദ്ദത്തിനോടൊപ്പം അല്ലാഹ് പറഞ്ഞ റഹ്മത്ത്, സ്നേഹത്തോടൊപ്പം ഒപ്പം വരുന്ന കാരുണ്യം, അവിടെയാ സഹോദരങ്ങളെ നമ്മൾക്ക് കഴിയേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയോ 10 കൊല്ലം ഭാര്യയുടെ കൂടെ ജീവിച്ച്, 12 കൊല്ലം ഭാര്യയുടെ കൂടെ ജീവിച്ച് ഭാര്യയുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാത്ത ഭർത്താക്കന്മാരുണ്ട്. ഞാനൊരു പ്രസംഗ ശൈലിയിലല്ല ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്, ഓരോന്നും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുതരികയാണ്. നമ്മൾ ഓർക്കണം അല്ലേ, എത്ര കൊല്ലമായി കല്യാണം കഴിച്ചിട്ട്? 15 കൊല്ലമായി, 10 കൊല്ലമായി, 5 കൊല്ലമായി. എന്നിട്ടോ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ അറിയില്ല, ഭർത്താവിന് ഭാര്യയുടെ അറിയില്ല അല്ലേ. 10 കൊല്ലം ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചിട്ട് ഭർത്താവിന് കൊടുക്കുന്ന ചായക്ക് എത്ര പഞ്ചസാര ഇടണമെന്ന് അറിയാത്ത ഭാര്യമാരുണ്ട് അല്ലേ. ഇതുപോലെ ഭാര്യയുടെ പെരുമാറ്റം അറിയാത്ത ഭർത്താക്കന്മാരുണ്ട്. ഭാര്യയ്ക്ക് എന്ത് വിഷയത്തിലാണ് സന്തോഷം, ഭാര്യയ്ക്ക് ഏത് വിഷയത്തിലാണ് വെറുപ്പ്, എപ്പോഴാണ് പ്രയാസങ്ങൾ, ഏതൊക്കെ കാര്യങ്ങളിൽ, ഇതൊന്നും അറിയാത്തത്. നോക്കൂ നിങ്ങൾ, ഹബീബിൻ്റെ ജീവിതത്തിൽ ഓരോന്നിനും ഉദാഹരണമാണ് പ്രിയപ്പെട്ടവരെ. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരു വേള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ ആയിഷ ഇന്നി ലഅഅലമു ഇദാ കുൻതി അന്നി റാളിയ വ ഇദാ കുൻതി അന്നി ഗളബി. ആയിഷ, എനിക്കറിയാം, അബൂബക്കറിൻ്റെ മോളല്ലേ നീ, നിന്നെക്കുറിച്ച് എനിക്കറിയാം ആയിഷ, നിനക്ക് എന്നോട് എപ്പോഴൊക്കെ ഇഷ്ടമുണ്ട്, നിനക്ക് എന്നോട് എപ്പോഴൊക്കെ ദേഷ്യമുണ്ട് എന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും ആയിഷ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആയിഷ ബീവി തിരിച്ചു ചോദിക്കുകയാണ്, റസൂലേ ഖാലസ് മിൻ ഐന തഅരിഫ് ദാലിക്, എങ്ങനെയാണ് നിങ്ങൾക്കത് മനസ്സിലായത്? എനിക്ക് നിങ്ങളോട് ഇപ്പം ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളോട് ഇപ്പം ഇഷ്ടമാണ് എന്ന് എങ്ങനെ നിങ്ങൾ അറിയുന്നു? ആ നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അമ്മാ ഇദാ കുൻതി അന്നി റാളിയ ഫഇന്നകി തഖൂലിൻ ലാ വറബ്ബി മുഹമ്മദ്, ലാ വറബ്ബി മുഹമ്മദ്. നിനക്കെന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നീ എന്താ പറയുന്നറിയോ ആയിഷ?
മുഹമ്മദിൻ്റെ റബ്ബാണ് സത്യമെന്ന് നീ പറയും. ഇനിയോ വഇദാ കുന്തി ഗളബി, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിലോ ഖുൽതി, നീ പറയും ലാ വറബ്ബി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ അള്ളയാണ് സത്യം എന്ന് പറയും. ആയിഷ ബീവി ഒന്ന് ചൂടാക്കാൻ വേണ്ടി പറയുന്നതാ, പക്ഷേ ഇത് റസൂലുള്ളാഹി അത് പിടിച്ചിട്ടുണ്ട്. കുറേ തവണ കേൾക്കുമ്പോൾ മനസ്സിലാകല്ലോ. എപ്പം ആയിഷ ബിയോട് പറയുകയാണ്, നിനക്ക് എപ്പോൾ എന്നോട് ഇഷ്ടമുണ്ടെങ്കിലും ആയിഷ നീ പറയാറുള്ളത് മുഹമ്മദ് നബിയുടെ അള്ളയാണ് സത്യം. പക്ഷെ എന്നോട് ദേഷ്യം വരുമ്പോൾ, എന്നോട് വിമ്മിഷ്ടം വരുമ്പോൾ ആയിഷ നീ പറയാറുള്ളത് ഇബ്രാഹിം നബിയുടെ അള്ളയാണ് സത്യമെന്നല്ലേ. ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അജൽ യാ റസൂലല്ലാഹ്, സത്യാണ് റസൂലേ, പക്ഷേ വല്ലാഹി യാ റസൂലല്ലാഹ് മാ അഹ്ജറു ഇല്ല ഇസ്മുക, റസൂലേ ആ നേരത്ത് എനിക്ക് ദേഷ്യം വരുമ്പോൾ ഇബ്രാഹിം നബിയുടെ അള്ളയാണ് സത്യമെന്ന് പറയുമ്പോൾ നിങ്ങളെ പേരൊന്ന് മാറ്റുന്നു എന്നേ ഉള്ളൂ, പക്ഷെ എൻ്റെ കൽബിൽ നിങ്ങൾക്ക് തന്നെയാണ് റസൂലെ സ്ഥാനമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് മനസ്സിലാക്കിയെടുത്തത് ആയിഷ ബീവിയിൽ നിന്ന്. അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ അറിയാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അല്ലേ? ഇതോ ആർക്കും അറിയുന്നില്ല. എന്തോ ഒരു ജീവിതമായിട്ടാ എല്ലാവരും പോകുന്നത്. കുടുങ്ങിപ്പോയി, കിട്ടിപ്പോയി, അള്ളാഹിൻ്റെ ഖദാ ഇങ്ങനെ സംഭവിച്ചു പോയി, അതുകൊണ്ട് ഇങ്ങനെ ഉന്തി തള്ളി പോട്ടെ, അല്ലേ? ആ നിലക്ക ഇപ്പം മക്കൾക്ക് വേണ്ടി ഭാര്യ പറയുന്നത് ഞാൻ ജീവിക്കുന്ന എൻ്റെ മക്കൾക്ക് വേണ്ടിയാ, ഭർത്താവ് പറയുന്നത് ഇങ്ങനെ ആയില്ലേ, അതുകൊണ്ട് അതിനു വേണ്ടിയാണ് ഞാനും ജീവിക്കുന്നത് എന്നല്ല ഒരു സുഖമോ സന്തോഷമോ ആ സന്തോഷത്തിൻ്റെ വർത്തമാനങ്ങളോ സംസാരങ്ങളോ ഒന്നും ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. എന്തുമാത്രം നിസ്സാരമായ പ്രശ്നത്തിൻ്റെ പേരിൽ പോലും, അല്ലേ, നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ പോലും വഴക്കുകൾ എല്ലാ നിലക്കും കൂടിക്കൊണ്ടേയിരിക്കുക. ഈ പറയുന്ന രീതിയിൽ ഭാര്യയെ അറിയാൻ കഴിയണം. അതേപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ പ്രിയപ്പെട്ടവരെ ആ ജോലിയിൽ സഹായിക്കാനും കഴിയണം. ഇനി എല്ലാ നിലക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ, ഭർത്താക്കന്മാർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നില്ലേ ചെയ്ത എല്ലാ പണിക്കും ഒരു നന്ദി വാക്ക്, അല്ലേ? അതിന് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്, അതിനൊരു സമ്മാനങ്ങൾ ലഭിക്കുന്നത് ആരാ ഇഷ്ടപ്പെടാത്തത്? ഇത് ഭാര്യയാകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നുണ്ടോ? ഭാര്യ ചെയ്ത ഒരു ജോലിക്ക് നന്ദി പറയുക, ആളുകൾ അത് ചെയ്യുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ സേവനം ചെയ്തു കൊടുക്കില്ല എന്ന് മാത്രമല്ല, ബുദ്ധിമുട്ടിച്ചു കൊണ്ടേയിരിക്കും. ഇതുപോലെ ചെയ്ത ജോലിക്കൊരു നന്ദി പറയില്ല, പ്രാർത്ഥിക്കില്ല എന്ന് മാത്രമല്ല, ആളുകൾക്ക് മുമ്പിൽ പോലും അത് വഷളാക്കിക്കൊണ്ടേയിരിക്കും. വീട്ടിൽ ഗസ്റ്റ് വരികയാണ്, അതിഥികളുണ്ട്, ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്, അല്ലേ, ഇതാ ഇന്ന ആളുകളൊക്കെ വീട്ടിൽ വരും, ഇന്ന ആളുകളൊക്കെ എൻ്റെ കൂടെ ഉണ്ടാകും. ആ നിലക്ക് ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ ഭർത്താവിൻ്റെ കുടുംബക്കാരല്ലേ വരുന്നത്, ഭർത്താവിൻ്റെ കൂട്ടുകാരല്ലേ വരുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ല നിലക്കുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ ആ ഭാര്യ രാവിലെ മുതൽ തയ്യാറായി, മണിക്കൂറുകൾ അടുക്കളയിൽ ആ ഭാര്യ ഭർത്താവിന് വേണ്ടിയിട്ട് ചെലവഴിക്കുകയാണ്. എല്ലാവരും വന്നു ഒന്നിച്ചിരിക്കുകയാണ് ഭക്ഷണത്തിന്, അല്ലേ? എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ആരും ഒന്നും സംസാരിച്ചിട്ടുമില്ല. വെറുതെ ഭർത്താവ് ആ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ നിന്ന് പറയുകയാണ് ഉറക്കെ, എല്ലാവരും കേൾക്കെ, എന്തേ കറിയിൽ ഉപ്പില്ലാത്തത്, അല്ല എന്തേ കറിയിൽ ഉപ്പ് കൂടിപ്പോയത്, ഉപ്പില്ലേ, അത് അടുക്കളയിലേക്ക് ആ പാത്രം എടുത്ത് പോയി കഴിഞ്ഞാൽ അതിൽ ഉപ്പിട്ടൂടെ, ആ പ്രശ്നം പരിഹരിച്ചൂടെ. ഇതല്ല, എല്ലാവരുടെ മുമ്പിലും ആളാകുന്നത് എങ്ങനെയാ? എൻ്റെ ഭാര്യയെ ആ മനുഷ്യൻ നിന്ദിക്കുന്ന രീതിയിലാണ് പല ആളുകളും തയ്യാറാകുന്നത്, അല്ലേ? ഒരു മുടിയുടെ ചെറിയ കഷ്ണം, അല്ലേ, മർക്കസിലുള്ള മുടിയല്ല കേട്ടോ, ഒരു ചെറിയ ഒരു മുടി ആ കറിപ്പാത്രത്തിൽ കണ്ടു കഴിഞ്ഞാൽ അതിനു വേണ്ടി ഭാര്യയെ ബുദ്ധിമുട്ടിക്കുന്നു. ആരെങ്കിലും കണ്ടറിഞ്ഞുകൊണ്ട് തലയിൽ നിന്നൊരു മുടി പറിച്ച് കറിയിലിടുവോ, അതല്ലെങ്കിൽ ചോറിലിടുവോ? പ്രിയപ്പെട്ടവരെ, ഒരാളും ചെയ്യില്ല. മനുഷ്യനല്ലേ, മുടിയുള്ളവളല്ലേ, മുടിയുള്ളവനല്ലേ, അല്ലേ? സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിൻ്റെ പേരിൽ പരസ്യമായിട്ട് ആളുകൾക്ക് മുമ്പിൽ പോലും ഭാര്യയെ വഷളാക്കുന്ന, ഇനി ആളുകളുടെ മുന്നിലാകട്ടെ അല്ലാതിരിക്കട്ടെ മക്കളുടെ മുന്നിൽ വെച്ച് പോലും ഈ നിലക്ക് ഭക്ഷണത്തെ കുറ്റം പറയുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട്, അല്ലേ? ഭാര്യ എന്തുണ്ടാക്കി കൊടുത്താലും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പുറത്തെ വീട്ടിലത്തെ എന്തെങ്കിലും ഒന്ന് പാർസലായിട്ട് വന്നാലോ അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അവിടുത്തെ വീട്ടിൽ ഇവിടുത്തേതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. ആ നിലക്ക് അംഗീകാരം കൊടുക്കുകയില്ല. ഭക്ഷണത്തെ കുറ്റം പറയുന്ന സ്വഭാവം പുരുഷന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എവിടെയാകട്ടെ നമുക്കൊക്കെ അറിയാം, ഒരു നല്ല ഭക്ഷണം ഭാര്യയ്ക്ക് തന്നെ മനസ്സിലായി തരക്കടില്ല. ആ ഭക്ഷണം ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ചു കൊടുത്താൽ അവിടെ തന്നെ ചുറ്റിപ്പറ്റിയിരിക്കും ഈ ഭാര്യ. എന്തിനാ? ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകൾക്ക് എപ്പോഴും ഇഷ്ടമാണ് ഈ ഭക്ഷണം നല്ല ടേസ്റ്റാണെന്ന് പറയാൻ.
അത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. പക്ഷെ ഒരിക്കലും ഭർത്താവ് പറയൂല. എന്താ പറയാത്തത് എന്ന് ഭാര്യ ചോദിച്ചാലും പറയൂല, അല്ലേ? അതൊക്കെ എപ്പോഴും പ്രിയപ്പെട്ടവരെ, ആകട്ടെ അല്ലാതിരിക്കട്ടെ, ഒരു പുകഴ്ത്തൽ നല്ലതല്ലേ സഹോദരങ്ങളെ? അതിൽ നമ്മൾക്ക് എന്താ ആകാശം ഇടിഞ്ഞു വീഴുവോ? ഒരു ജസാക്കല്ല പറഞ്ഞാൽ ഇത് നല്ല ഉഷാറാട്ടോ പറഞ്ഞാൽ. ഒരു വിഷയത്തിലും ഭക്ഷണത്തെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. ഒരിക്കലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരുമ്പോൾ ആയിഷ ബീവിയോട് ചോദിച്ചു, എന്താ ഉള്ളത് കറിയായിട്ട്? കറിയായിട്ട് ഇവിടെ സുർക്കേ ഉള്ളൂ. ആയിഷ ബീവി പറയാ, എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞത്? സുർക്ക എത്ര നല്ല കൂട്ടാൻ ആയിഷ, അല്ലേ? അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ്. ഈ നിലക്കായിരിക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഖൈറുണ്ടാവുകയുള്ളൂ എന്ന രീതി നാം എപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതേപോലെ തന്നെ എല്ലാ നിലക്കും ഉപദേശങ്ങൾ കൊടുക്കുന്ന, അതല്ലെങ്കിൽ ഒരല്പം മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വേളകളിലും നല്ല രീതിയിൽ ഈ നിലക്ക് ആളുകൾക്ക് മുമ്പിൽ വഷളാക്കാതെ ഏറ്റവും സ്വകാര്യമായ രീതിയിൽ നല്ല നിലക്ക് ഭാര്യയോട് വർത്തിക്കാൻ ഒരു ഭർത്താവിന് കഴിയുമ്പോൾ ആ ഭാര്യയുടെ എല്ലാ സമയങ്ങളിലുമുള്ള നന്ദിയും കടപ്പാടും പ്രാർത്ഥനകളും നിന്നോടുണ്ടാകുമെന്നുള്ള ബോധം നമ്മൾക്ക് ഉണ്ടാകണമെന്നുള്ള കാര്യം നാം മറക്കാതിരിക്കുക. ഇനിയോ ഭർത്താവ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തൻ്റെ ഇണയാണിത്, തൻ്റെ ഭാര്യയാണിത്. അതുകൊണ്ട് ആ ഭാര്യയ്ക്ക് കിട്ടേണ്ട, തന്നിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ആ പെണ്ണിന് നൽകിക്കൊണ്ടേയിരിക്കണം. വെറും കുറേ ഭക്ഷണ വസ്തുക്കൾ വാങ്ങിക്കൊടുത്താൽ പോരാ, വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്താൽ പോരാ, ജീവിതത്തിൻ്റെ സുഖങ്ങളും സൗകര്യങ്ങളും നോക്കിയാൽ പോരാ. വിവാഹ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം തന്നെയാണ് ശാരീരികമായി ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയുക എന്നുള്ളത്. ഭർത്താക്കന്മാരത് ചെയ്തേ പറ്റൂ. തനിക്ക് വേണ്ട എല്ലാ വികാരങ്ങളും ശമിപ്പിച്ച് തൻ്റെ ഭാര്യയ്ക്ക് വികാരങ്ങൾ ശമിപ്പിക്കാത്ത രീതിയിൽ കിടപ്പറയിൽ നിന്ന് മാറിപ്പോകുന്ന മനുഷ്യൻ ആ ഭാര്യയോട് നല്ലവനായിട്ട് പെരുമാറുന്നവനല്ല. ആ ഭാര്യ ഹറാമിലേക്ക് എത്താതിരിക്കാനും ആ ഭാര്യയ്ക്ക് നിന്നെക്കുറിച്ച് മതിപ്പുണ്ടാകാനും, അല്ലേ, ആ ഭാര്യയുടെ വികാരത്തെ ശമിപ്പിക്കാനുള്ള കഴിവ് ഒരു ഭർത്താവിനുണ്ടായിക്കൊണ്ടേയിരിക്കണം. ആളുകളൊക്കെ പഠിക്കേണ്ട വേദികളിൽ നിന്നല്ല ഇതൊന്നും പഠിക്കുക. പഠിക്കേണ്ടതും ചോദിക്കേണ്ടതും എന്നിട്ടറിയേണ്ടതുമായ വേദികളിൽ ഇത്തരം കാര്യങ്ങൾ ചോദിക്കില്ല, പഠിക്കില്ല, ഒന്നും ചെയ്യില്ല. ആ നിലക്ക് പുറത്തു പോലും പറയാൻ പറ്റാത്ത രീതിയിൽ പല പ്രശ്നങ്ങളും ഭാര്യയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു ഭർത്താവ്. എന്തിനാ? ഈ ഭർത്താവിൻ്റെ ന്യൂനത മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാ പല പ്രശ്നങ്ങളുമായിട്ട് എൻ്റെ ഭാര്യ ശരിയല്ല, അവരുടെ കുടുംബം ശരിയല്ല എന്ന് ഈ ഭർത്താവ് പറയാൻ കാരണം എന്താ? കിടപ്പറയിൽ പോലും ഈ ഭാര്യയ്ക്ക് നൽകേണ്ട അവകാശങ്ങളും അവൾക്ക് കിട്ടേണ്ട ഹക്കുകളും ലഭിക്കാൻ കഴിയാത്ത തൻ്റെ ന്യൂനത മറച്ചു വെക്കാൻ വേണ്ടിയ പല പ്രശ്നങ്ങളും പുറത്തേക്കിട്ട് വഷളാക്കിക്കൊണ്ടേയിരിക്കുന്നത്. എന്നിട്ടോ കുടുംബജീവിതം തകരുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞു ഭർത്താക്കന്മാരോട്. ഭാര്യയുമായി ശയനത്തിലേർപ്പെടുമ്പോൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയിട്ട് വികാരം ശമിപ്പിച്ചിട്ട് എഴുന്നേറ്റ് പോകരുത്. ആ ഭാര്യയ്ക്ക് കൂടി നിങ്ങൾ സമയം കണ്ടെത്തണം. ആ ഭാര്യയുടെ വികാരങ്ങൾ കൂടി ശമിക്കുന്നത് വരെ സമയം കണ്ടെത്തിയിരിക്കണം. അതിനുവേണ്ടിയ മൃഗങ്ങൾ വേഴ്ചയിൽ ഏർപ്പെടുന്നത് പോലെ നിങ്ങൾ വേഴ്ചയിൽ ഏർപ്പെടരുത് എന്ന് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹാബികൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ചുംബനങ്ങളെ നിങ്ങൾ ദൂതനായിട്ട് പറഞ്ഞേക്കണം. നേരെ മൃഗം ചെയ്യുന്നത് പോലെ നേരെ ചെന്ന് ആ ഭാര്യയുമായി ബന്ധത്തിലേർപ്പെടുകയല്ല വേണ്ടത്. അപ്പോഴാ സഹോദരങ്ങളെ കുടുംബജീവിതത്തിലെ പരമപ്രധാനമായ ലക്ഷ്യത്തിലൊന്നായ ആ ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവൻ്റെ ലൈംഗിക ജീവിതത്തിലുള്ള തൃപ്തി ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അല്ലാത്തവനോ ഒരു വിലയും ഉണ്ടാകൂല ഭാര്യയുടെ മുന്നിൽ. ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭർത്താക്കന്മാർ. ഇതേപോലെ തന്നെ മനസ്സിലാക്കണം, ഗുരുതരമായ പാപങ്ങൾ ചെയ്യുന്ന ആളുകളുമുണ്ട്. സാംസ്കാരികമായി ഏറ്റവും വൃത്തികെട്ട രീതിയിൽ അധപ്പതനത്തിലേക്ക് എത്തുന്ന രീതിയിൽ തൻ്റെ ഭാര്യയെ സമീപിക്കുന്ന ഭർത്താക്കന്മാരുമുണ്ട്, അല്ലേ? ഖുർആനിൻ്റെ ആയത്തോതിയിട്ട് സ്ത്രീകൾ നിങ്ങൾ നിങ്ങളുടെ കൃഷിയിടമാണ്, ഇസാക്കും ഹർസുല്ലക്കും ഫഅ്തു ഹർസക്കും അന്നാ ശിഅ്തും ആയത്തോതാണ് ചില ആളുകൾ. അള്ളാഹ് പറഞ്ഞില്ലേ ഖുർആനിൽ,
സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്, ഇഷ്ടമുള്ള രീതിയിൽ കൃഷിയിടത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചുകൊള്ളൂ എന്ന് അള്ളാഹ് പറഞ്ഞതുകൊണ്ട് എനിക്കിഷ്ടമുള്ള രീതിയിൽ ഭാര്യയുമായി ശയനത്തിലേർപ്പെടാമെന്ന് വാദിക്കുന്ന ആളുകൾ ലോകത്ത് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽഊനുൻ മൻ അതംറഅതൻ ഫീ ദുബരിഹാ. ഭാര്യയുടെ, തൻ്റെ ഇണയുടെ പിന്നിലൂടെ, ആ ഭാര്യ പിൻദ്വാരത്തിലൂടെ സമീപിക്കുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ട അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഖുർആനിൻ്റെ ആയത്തോതുമ്പോൾ അറിയേണ്ടതുണ്ട്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നത് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിൻ്റെ ശാപം ഒരു കാലത്തും കാരുണ്യത്തിന് വകലഭിക്കാത്ത മനുഷ്യനാണ് ഭാര്യയെ മലദ്വാരത്തിലൂടെ സമീപിക്കുന്ന ഭർത്താവ് എന്ന് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തെ പഠിപ്പിക്കുന്നു. ഇതുപോലെ തന്നെ ഋതുമതിയായിരിക്കെ, ആർത്തവകാരിയായിരിക്കെ ഭാര്യയോട് സമീപിക്കേണ്ട രീതിയിലല്ലാത്ത നിലക്ക് സമീപിക്കുന്ന ആ ഒരു ഭർത്താക്കന്മാരെയും, അല്ലേ? ജൂതൻ്റെ സമ്പ്രദായം ഭാര്യയ്ക്ക് ആർത്തവമായി കഴിഞ്ഞാൽ, പെണ്ണിന് ആർത്തവമായി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്താക്കലായിരുന്നു. ക്രിസ്ത്യാനികളോ, ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ ഭാര്യയ്ക്ക് ആർത്തവമുണ്ടായാലും സാധാരണ ബന്ധപ്പെടുന്ന അതേപോലെ തന്നെ ഭാര്യയോട് ബന്ധപ്പെടുമായിരുന്നു. ഇസ്ലാം രണ്ടിനും മധ്യേ പറയുന്നു, ഭാര്യയ്ക്ക് ആർത്തവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്നഉ കുല്ല ഷൈഇൻ ഇല്ല നിക്കാഹ്, നിങ്ങൾ എന്തും ഭാര്യയോട് ചെയ്തോ സാധാരണ ചെയ്യുന്നത് പോലെ, പക്ഷേ ഇല്ല നിക്കാഹ്, ലിംഗങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം ആർത്തവ സമയത്തുണ്ടാകാൻ പാടില്ല. അത് മ്ലേച്ഛതയിൽപ്പെട്ട സമയമാണ്, വൃത്തികെട്ടൊരു സമയമാണ്. അതുകൊണ്ട് ആ നേരത്ത് ഫഅ്തസിലുൻ നിസാ, സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. ബാക്കി എല്ലാ നിലക്കും ചുംബനങ്ങളാകാം, മറ്റുള്ള സുഖങ്ങളാകാം, ഒക്കെയാകാം, പക്ഷേ ഭാര്യയുമായിട്ട് ലിംഗങ്ങൾ തമ്മിൽ ഏർപ്പെടുന്ന ആ ഒരു ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാം നിഷിദ്ധമാക്കിയ രീതിയിൽ, ഇസ്ലാം നിഷിദ്ധമാക്കിയ സമയങ്ങളിൽ തൻ്റെ ഭാര്യയല്ലേ, തൻ്റെ ഇണയല്ലേ എന്നുള്ള രീതിയിൽ ഒരിക്കലും തന്നെ സാംസ്കാരികമായ രീതിയിൽ, സാംസ്കാരികമായി ഏറ്റവും അധപ്പതനം സംഭവിക്കുന്ന രീതിയിൽ തൻ്റെ ഇണയോട് പോലും പെരുമാറാൻ പാടില്ല എന്ന ഇസ്ലാമിൻ്റെ കണിശമായ നിർദ്ദേശം ഭർത്താക്കന്മാർ പാലിക്കണം. ഭാര്യമാർ ഈ വിഷയം ഭർത്താക്കന്മാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അള്ളാഹുവിൻ്റെ ശാപത്തിനും കോപത്തിനും വിധേയമാകുന്ന തെറ്റാണ് എന്ന് ഓരോരുത്തരും അറിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഗുരുതരമായ പാപമാണ് കിടപ്പറയിലെ രഹസ്യങ്ങൾ പുറത്തു പറയുന്ന ഭർത്താക്കന്മാരും ഭാര്യമാരുമുണ്ട്, അല്ലേ? ഇന്നതൊരു ഫാഷനായിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം കാത്തിരിക്കുകയാണ് ചെക്കൻ്റെ കൂട്ടുകാർ, ഭർത്താവിൻ്റെ കൂട്ടുകാർ, അല്ലേ? രാത്രി കിടപ്പറയിലെ രഹസ്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ തൻ്റെ ഭർത്താവ് താനുമായി ബന്ധത്തിലേർപ്പെട്ടത് എല്ലാം ബെഡ്റൂമിൽ സംഭവിക്കുന്നത് മുഴുവനും തൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞു കൊടുക്കുന്ന ഭാര്യ. ഈ രണ്ടാളെക്കുറിച്ചും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നമിൻ ശർരിന്നാസി ഇൻദല്ലാഹി മൻസിലതു യൗമൽ ഖിയാമ. പടച്ചറബിൻ്റെ പരലോകത്ത് ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ ആരെന്നറിയോ? അർറജുൽ യുഫ്ളി ഇലാ ഇംറഅതിഹി വതുഫ്ളി ഇലൈഹി സുമ്മ യൻഷുറു സിർറഹ. തലേന്ന് രാത്രി ഭാര്യയുമായി വേഴ്ചയിലേർപ്പെട്ട്, ബന്ധത്തിലേർപ്പെട്ട് നേരം വെളുക്കുമ്പോൾ ജനങ്ങളോട് മുഴുവനും അത് പറഞ്ഞു നടക്കുന്ന ഭർത്താവ് അള്ളാഹുവിൻ്റെ പരലോകത്ത് നീചനാണവൻ. അതുപോലെ തന്നെ ചില പെണ്ണുങ്ങളും പരലോകത്ത് നീചന്മാരായിട്ട് വരുന്നു. ആരാ? ഭർത്താവിനോടൊപ്പം ബന്ധത്തിലേർപ്പെട്ടത് തൻ്റെ കൂട്ടുകാരിയോട്, മറ്റുള്ള ആളുകളോട് പറഞ്ഞു പരത്തുന്ന ഭാര്യ. ഇവർ രണ്ടുപേരും അത് ചെയ്യാൻ പാടില്ല. സഹോദരന്മാരെ, പുരുഷന്മാരാണ് ഇതും ആളുകളോട് പറഞ്ഞു നടക്കുക. അങ്ങനെയുള്ളൊരു വിഷയത്തെക്കുറിച്ച് റസൂലുള്ളാഹി പറയുന്നു, ഫലാ തഫ്അലു, നിങ്ങളത് ചെയ്യരുത്. ഫഇന്നമാ ദാലിക മിസ്ല ശൈത്വാൻ, ഷെയ്ത്താനെ പോലെയാണത്. എന്താ? ഷെയ്ത്താൻ മറ്റൊരു ഷെയ്ത്താനിനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. ഒരാൺപിശാജ് ഒരു പെൺപിശാജിനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. ആളുകളൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് ആ രണ്ട് ഷെയ്ത്താന്മാരും തമ്മിൽ വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നത് പോലെയാണ്. തൻ്റെ ബെഡ്റൂമിലെ രഹസ്യങ്ങൾ പുറത്തു പറയുന്ന ആണും പെണ്ണുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എത്ര വൃത്തികെട്ടതായത്, എത്ര വൃത്തികെട്ട ഏർപ്പാടാണിത്. ആ നിലക്ക് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു നിലക്കും രഹസ്യങ്ങൾ അത് പരസ്യമാകാതിരിക്കാൻ ഭർത്താവാകട്ടെ ഭാര്യയാകട്ടെ ഏത് സമയത്തും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ നിലക്കും ആളുകൾ വന്ന് പല വർത്താനങ്ങളും പറഞ്ഞ് നിന്നോട് ആ രഹസ്യത്തെക്കുറിച്ച് ചോദിക്കും. ഇല്ല, അത് അവളെ താഴ്ത്തല, അതവനെ താഴ്ത്തല.
പിന്നീട് ആളുകൾ ആ കണ്ണിലായിരിക്കും രണ്ടുപേരെയും നോക്കിക്കാണുക. അതുകൊണ്ട് നല്ല ഒരു ഭർത്താവ്, ഒരു മുസ്ലിമായ ഭർത്താവ് ഒരിക്കലും ഈ വൃത്തികേടിന് കൂട്ടുനിൽക്കാൻ പാടില്ല എന്നാണ് സഹോദരന്മാരെ നാം മനസ്സിലാക്കേണ്ടത്. ഇനിയോ കടമകളും കടപ്പാടുകളും സ്നേഹങ്ങളും ഉപദേശങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്നു. എല്ലാം ദുനിയാവിൽ തൃപ്തിപ്പെടുന്ന കാര്യത്തിന് ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നത്. ഒരു ഭാര്യയോട് ഏറ്റവും സ്നേഹമുള്ള ഭർത്താവ് ചെയ്യേണ്ടതെന്താ? എൻ്റെ ഭാര്യയെ നരകത്തിലേക്ക് പറഞ്ഞേക്കാൻ ആ ഭർത്താവ് കൂട്ടുനിൽക്കില്ല. ഇന്ന് ആളുകളൊക്കെ എന്താ പറയുക, പ്രത്യേകിച്ച് പ്രവാസികൾ എന്താ പറയുക, ഞാൻ സിനിമ കാണില്ല, ഒരു ടെലിവിഷനിൽ നിന്ന് ഒരു വാർത്ത പോലും ഞാൻ കേൾക്കാറില്ല. പക്ഷെ എന്തിനാ വീട്ടിൽ ചാനൽ വെച്ച് കൊടുത്തത്? അത് ഭാര്യ നാട്ടിൽ ഒറ്റക്കല്ലേ, അല്ല റൂമിൽ ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഭാര്യ ഒറ്റക്കല്ലേ, അവർക്ക് ഒരു കോലത്തിലും സമയം നീങ്ങുന്നില്ല പോലും. ഖുർആൻ ഓതിയിട്ടുണ്ടാകോ? ഇല്ല. ഒരു ഹദീസിൻ്റെ അർത്ഥം പഠിച്ചിട്ടുണ്ടാകോ? ഇല്ല. ദീനികപരമായ ഒരു ദിക്ർ ഇന്നലെ പഠിക്കാത്തത് ഇന്ന് പഠിച്ചിട്ടുണ്ടാകോ? ഒന്നുമില്ല. സമയം പോകാത്തതിൻ്റെ പേരിൽ ഈ ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും, തോന്നിവാസങ്ങളും, കാണാനും കേൾക്കാനും പറയാനുമുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഭർത്താക്കന്മാർ അല്ലേ? ആ മനുഷ്യൻ എന്താ ചെയ്യുന്നതെന്നറിയോ? താൻ സ്വർഗത്ത് പോകുകയാണെങ്കിലും തൻ്റെ ഭാര്യ നരകത്തിൽ പോയാലും എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന ആ ഭർത്താവിൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ടല്ലേ എല്ലാ തോന്നിവാസങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ ഈ നിലക്ക് മൗനം പാലിക്കുന്നത്. എന്താ റസൂൽ അത്തരം ആളുകളെ കുറിച്ച് പറഞ്ഞത്? സലാസത്തുൻ, 3 വിഭാഗം ആളുകൾ ലാ യദ്ഖുലൂനൽ ജന്നത അബദ, ഒരു കാലത്തും അവർ സ്വർഗത്ത് പ്രവേശിക്കൂല. ആരാണവർ? അദ്ദുയൂസ്. 2 വറജുലതു മിനൻ നിസാ വമുദ്മിനുൽ ഖംർ. 3 ആളുകളെ കുറിച്ച് പറഞ്ഞു. 1 അദ്ദുയൂസാണ്, 2 അർറജുലതു മിനൻ നിസാ, 3 മുദ്മിനുൽ ഖംറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ പറഞ്ഞു, റസൂലേ, യാ റസൂലല്ലാഹ്, അമ്മാ മുദ്മിനുൽ ഖംറി ഫഖദ് അറഫ്നാ. നിങ്ങൾ 3 പറഞ്ഞ മുദ്മിനുൽ ഖംർ ഞങ്ങൾക്കറിയാം അല്ലേ? കളൊഴിച്ചു കൊടുക്കുന്നയാളാ, അത് പാത്രത്തിലാക്കുന്ന വ്യക്തിയാ. ആ വ്യക്തിയെ, കള്ള് കുടിപ്പിക്കുന്ന ആ വ്യക്തിയെ ഞങ്ങൾക്കറിയാം. എന്നാൽ ആരാണ് റസൂലെ? ഫമദ് ദുയൂസ്. ദുയൂസ് എന്ന് പറഞ്ഞാൽ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുബാലി മൻ ദഖല അലാ അഹ്ലി. തൻ്റെ കുടുംബത്തെ, തൻ്റെ ഭാര്യയെ ആളുകൾക്ക് വിൽക്കുന്ന മനുഷ്യൻ, അതോ ഭാര്യ ചെയ്യുന്ന ഒരു തോന്നിവാസത്തിനും ഒരു വിലയും കൽപ്പിക്കാത്ത മനുഷ്യൻ. പറയാറില്ലേ കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന വ്യക്തികളെന്ന്? ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്ന മനുഷ്യനാണ് അദ്ദുയൂസ്. ഭാര്യയുടെ അടുത്ത് ആരെങ്കിലും വന്ന് വ്യഭിചരിച്ചാലും കുഴപ്പമില്ല, ഭാര്യ ഹറാമ് കണ്ടാലും കുഴപ്പമില്ല, ഹറാമ് കേട്ടാലും കുഴപ്പമില്ല, ഹറാമ് സംസാരിച്ചാലും കുഴപ്പമില്ല. ഭാര്യ എത്ര സീരിയൽ കണ്ടാലും ഭർത്താവിനൊരു കുഴപ്പമില്ല. ഭർത്താവ് കാണില്ല, ഭർത്താവ് സിനിമയും കാണില്ല, അതേപോലെ തന്നെ തോന്നിവാസങ്ങളൊന്നും ചെയ്യില്ല, പറയില്ല, എല്ലാം ഭാര്യയുണ്ട്. ഭർത്താവോ 5 നേരത്തും പള്ളിയിൽ അല്ലേ? ആളുകളൊക്കെ അങ്ങനെ കാണാറുണ്ട്. എല്ലാ നേരത്തും പള്ളിയിലുണ്ടാകും. ഒരൊറ്റ ജമാഅത്ത് ഭർത്താവിന് ഒഴിവുണ്ടാകൂല. ഭാര്യയ്ക്ക് ഒരൊറ്റ സീരിയൽ അതുപോലെ ഒഴിവുണ്ടാകൂല. ഭർത്താവ് പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്നു, ഭാര്യ ടെലിവിഷൻ്റെ മുമ്പിലിരിക്കുന്നു അല്ലേ? ഈ നിലക്ക് എല്ലാ നിലക്കും പ്രിയപ്പെട്ടവരെ ഭാര്യ തോന്നിവാസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതിനുവേണ്ടി നിർബന്ധിക്കുമ്പോൾ ഈ ഭാര്യയുടെ നാവടങ്ങട്ടെ എന്ന് കരുതിയിട്ട് പോലും ഈ ഭാര്യയ്ക്ക് വേണ്ടി ഇതുപോലെ ചെയ്യുന്ന ഭർത്താക്കന്മാർ, അത് തിന്മയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കാത്ത ഭർത്താവാണ്. അതുകൊണ്ട് ഈ വിഷയത്തിലൊക്കെ ഭാര്യ പറയുമ്പോൾ, പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ആ ഭാര്യയോട് സ്നേഹമുണ്ടെങ്കിൽ എല്ലാ കടമകളും നിർവഹിക്കുന്ന കൂട്ടത്തിൽ അവരെ നരകത്തിലേക്ക് എത്തിക്കുന്ന ആ വിഷയം നിൻ്റെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. പറഞ്ഞു കൊടുക്കണം, എനിക്ക് നിന്നോട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിത് വെച്ച് തരാത്തത്, എനിക്ക് നിന്നോട് ഇഷ്ടമാണ്. പ്രിയപ്പെട്ട ഭാര്യയോട് ആ ഏറ്റവും നല്ല നിലക്ക് തന്നെ സ്നേഹത്തോടുകൂടി ഇത് പറയാൻ കഴിയണം. ഇതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാൻ, എനിക്ക് നിന്നോട് ഇഷ്ടമായിപ്പോയില്ലേ അല്ലേ? അത് പറഞ്ഞവരെ മനസ്സിലാക്കി കൊടുക്കുക. അതുകൊണ്ട് ചെയ്യാൻ പറ്റൂല. 3 ചോദിക്കുന്നു, റസൂലെ, ആരാണ് വറജുലതു മിനൻ നിസാഇ എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുരുഷനോട് സാദൃശ്യം കാണിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണാണത് എന്ന്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്, സ്വഹാബികൾക്ക്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഭാര്യ ഹറാമിലേക്ക് എത്തുന്ന ഒരു വിഷയം ഭർത്താക്കന്മാരിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് സൂറത്തു തഹ്രീമിലെ ഒരു ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. എല്ലാവർക്കും പല വേദികളിൽ നിന്നും കേൾക്കുന്ന ഒരു ആയത്താണത് അല്ലേ? മനപ്പാടമുള്ളൊരായത്ത്. എന്താ അള്ളാഹ് പറയുന്നത്? വിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങൾ ആദ്യം നിങ്ങളെ കാക്കണം, കാത്തു നിൽക്കണം. എവിടുന്ന്? ഖൂ അൻഫുസകും, നിങ്ങൾ സ്വന്തത്തെ കാക്കണം. 2 വഅഹ്ലീകും, കുടുംബത്തെയും കാത്തുകൊള്ളണം. നാറൻ,
നരകത്തിൽ നിന്ന്. കാരണം ആ നരകത്തിൻ്റെ പ്രത്യേകത വഖൂദുഹന്നാസ് വൽ ഹിജാറ, മനുഷ്യരും കല്ലുകളുമൊക്കെ വിറകുകളായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ആ നരകം, ആളിക്കത്തുന്ന നരകം, പരുക്കരായ മലക്കുകൾ അതിൻ്റെ അടുക്കൽ ഉണ്ടാവുകയാണ്. എല്ലാ നിലക്കും ആ നിലക്ക് അല്ലാഹു തആല വിശദീകരണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സ്വന്തത്തെയും കുടുംബത്തെയും പടച്ചറബിൻ്റെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളാൻ കഴിയാത്ത ഒരു ഭർത്താവ് ആ ഭാര്യയെ നരകത്തിലേക്ക് വലിച്ചെറിയാനല്ലേ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുന്നത്. ഏത് സമയത്തും ദീനീപരമായ കാര്യങ്ങളിൽ ഭാര്യ അത് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഒരു ചുമതല ഭർത്താവിനുണ്ട്. റസൂലുള്ളാഹി പറയുന്നില്ലേ, റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈലി ഫസ്വല്ല വഅയ്ഖള ഇംറഅതഹു ഫസ്വല്ലത് ഫഇൻ അബത് നളഹ ഫീ വജ്ഹിഹൽ മാ. ഒരു മനുഷ്യൻ, റഹിമല്ലാഹു, അല്ലാഹ് റഹ്മത്ത് ചെയ്യട്ടെ, ആരെ? റജുലൻ, ഒരു മനുഷ്യന്, ഒരു പുരുഷനെ, ഒരു ഭർത്താവിനെ അല്ലാഹ് റഹ്മത്ത് ചെയ്യട്ടെ. എന്താണ് അവൻ്റെ പ്രത്യേകത? ഖാമ മിനൽ ലൈലി, രാത്രി അവൻ എഴുന്നേൽക്കുന്നു, ഫസ്വല്ല, അവൻ തഹജ്ജുദ് നമസ്കരിക്കുന്നു, വഅയ്ഖള ഇംറഅതഹു, തൻ്റെ ഭാര്യയെ കൂടി അവൻ ഉണർത്തുകയാണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. ഫസ്വല്ല, അപ്പോൾ അവൾ നിസ്കരിക്കും. ഫഇൻ അബത്, ഇനി ഉറക്കിലല്ലേ ഭാര്യ, അവൾ വിസമ്മതം കാണിക്കുകയാണെങ്കിലോ നളഹ ഫീ വജ്ഹിഹൽ മാ, ആ ഭാര്യയുടെ മുഖത്ത് വെള്ളം കുടഞ്ഞിട്ടെങ്കിലും ആ ഭാര്യയെ എഴുന്നേൽപ്പിക്കുന്ന ഭർത്താവ്. അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടട്ടെ അല്ലേ. പറയുമ്പോൾ പേടിയുണ്ട്, ഹദീസ് പറയാൻ പേടിയല്ല കേട്ടോ. നാളെ ഒരു കപ്പ് വെള്ളം ഭാര്യയുടെ മുഖത്തൊഴിക്കുമ്പോൾ ആ പേടിയാണ്. ഹദീസൊക്കെ കേട്ട് ദീനൊക്കെ പഠിച്ച അതിൻ്റെ ആവേശത്തിൽ എന്താ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ആ വെള്ളം കുടഞ്ഞിട്ടെങ്കിലും ആ ഭാര്യ എഴുന്നേറ്റിട്ട് നിസ്കരിക്കട്ടെ അല്ലേ. ആ നിലക്ക് വിളിക്കുക അവളെ. എന്തിനാ വിളിക്കുന്നത്? ഞാനെന്തായാലും എഴുന്നേറ്റ്, ഭാര്യ അത്ര സുഖിച്ച് ഉറങ്ങണ്ട എന്ന് കരുതിയിട്ട് എഴുന്നേൽപ്പിക്കലല്ല. നേരെ മറിച്ചോ അവക്കും കൂടി ആ കൂലി ലഭിക്കട്ടെ. ഏത് സമയത്തും അല്ലേ, ഏത് സമയത്തും ആ നിലക്ക് പ്രിയപ്പെട്ടവരെ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ, എല്ലാ സമയത്തും പ്രാർത്ഥിക്കാനുള്ള ഒരു താല്പര്യം ആ ഭാര്യയ്ക്ക് ഭർത്താവാ ചെയ്തു കൊടുക്കേണ്ടത്. ഭാര്യ ഋതുമതിയായിരിക്കുക, ആർത്തവ സമയത്ത് പോലും തഹജ്ജുദിൻ്റെ നേരത്ത് ഭർത്താവ് എഴുന്നേൽക്കുമ്പോൾ അവളെയും വിളിച്ചുകൂടെ, പ്രാർത്ഥിച്ചൂടെ? അള്ളാഹിനോട് എന്ത് ചോദിച്ചാലും ഉത്തരം ലഭിക്കുന്ന സമയ, പ്രയാസങ്ങളും ആവലാദികളും ഇല്ലാത്ത ഒരാണും ഒരു പെണ്ണും ഇല്ല. ഭാര്യയ്ക്ക് ഭർത്താവ് പ്രോത്സാഹനം നൽകുക. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വറഹിമല്ലാഹു ഇംറഅതൻ, ഒരു പെണ്ണിനും അല്ലാഹ് റഹ്മത്ത് ചെയ്യട്ടെ. ആരാണ് ആ പെണ്ണ്? ഖാമത് മിനൽ ലൈൽ, അവൾ രാത്രി എഴുന്നേൽക്കുന്നു, ഫസ്വല്ലത്, അവൾ തഹജ്ജുദ് നമസ്കരിക്കുന്നു, വഅയ്ഖളത് സൗജഹാ, ഭർത്താവ് ഉറങ്ങുകയാണ്, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാ, ആ ഭർത്താവിനെയും അവൾ എഴുന്നേൽപ്പിക്കുന്നു, ഫസ്വല്ല, അപ്പോൾ അയാൾ നിസ്കരിക്കുന്നു. അപ്പോൾ സ്വന്തം നിസ്കരിച്ചു, ഭർത്താവിനെ എഴുന്നേൽപ്പിച്ചു, ആ നിലക്ക് ആ ഭർത്താവ് നിസ്കരിച്ചു. അങ്ങനെ ചെയ്യുന്നൊരു ഭാര്യ അല്ലാഹ് റഹ്മത്ത് ചെയ്യട്ടെ, അങ്ങനെ ചെയ്യുന്ന പുരുഷനും അല്ലാഹ് റഹ്മത്ത് ചെയ്യട്ടെ. ഇനിയോ ഫഇൻ അബ, ആ ഭർത്താവ് എഴുന്നേൽക്കുന്നില്ല, എന്നെ വിളിക്കണ്ട, പലതും പറയാണ്, ഭാര്യ ചീത്ത പറയാണ്, ആ നേരത്ത് നളഹത് ഫീ വജ്ഹിഹി അൽമാ, ആ ഭർത്താവിൻ്റെ മുഖത്ത് വെള്ളം കുടഞ്ഞിട്ടെങ്കിലും എഴുന്നേൽപ്പിക്കുന്ന ഭാര്യ. അങ്ങനെ ആ ഭർത്താവ് വിസമ്മതിക്കുമ്പോൾ എഴുന്നേൽപ്പിക്കാൻ ശേഷിയുള്ള ഭാര്യ അല്ലേ, അവൾ ആ നിലക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കട്ടെ എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു തആല ഇങ്ങനെ സന്തുഷ്ടമായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീക്ക് നമുക്ക് കുടുംബത്തിന് നൽകുമാറാകട്ടെ. ആരെയും പ്രയാസപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾക്ക് അറിവ് കുറയുന്നത് കൊണ്ട്, അറിവില്ലാത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പലതും നഷ്ടപ്പെട്ടു പോകുന്നു സഹോദരങ്ങളെ. ചെയ്യാം, ആർക്കും കഴിയും. ഭാര്യയ്ക്ക് ഭർത്താവിനെ വിളിക്കാൻ പേടിയാ, എന്താ അല്ലേ, ഉറങ്ങുമ്പോഴേ ഓർഡറാണ്. ചില ഭർത്താക്കന്മാരൊക്കെ അവരുടെ സിസ്റ്റം തന്നെ, അവർ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അവർ ബെഡ്റൂമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് തെളിയാൻ പാടില്ല, ഫുൾ ഇരുട്ടായിരിക്കണം. ആ വാതിലും മക്കൾ പോലും മുട്ടിപ്പോകാൻ പാടില്ല. മക്കൾ ആ ഡോറിൽ നിന്ന് കളിക്കുമ്പോൾ ഒന്ന് മുട്ടിപ്പോയാൽ ഭാര്യയ്ക്ക് അതിൻ്റെ ശകാരങ്ങൾ. എന്തൊക്കെ നിയമങ്ങളാണ്, പട്ടാളത്തിൻ്റെ നിയമങ്ങൾ പോലും ബെഡ്റൂമിൽ വെക്കുന്ന ഭർത്താക്കന്മാരുണ്ട് അല്ലേ. ഇവരെന്ത് ജോലി ചെയ്തിട്ടെന്താ, എന്ത് ജോലി ചെയ്താലെന്താ, ഭാര്യയ്ക്ക് ജീവിക്കണ്ടേ ആ വീട്ടിൽ അല്ലേ. എന്തൊക്കെ നിലക്കാ ഈ നിലക്ക്. അതുകൊണ്ട് തന്നെ ഭർത്താവിന് തഹജ്ജുദല്ല, ഭർത്താവിൻ്റെ ഒരു നേരത്തും ഭർത്താവിനെ വിളിക്കാൻ ആ ഭാര്യ തയ്യാറാകൂല. അവൻ്റെ അലാറം ഉണ്ടാകും, റിമൈൻഡർ ഉണ്ടാകും ഒരു ഭാഗത്ത്, അലാറം ഉണ്ടാകും ഒരു ഭാഗത്ത്. അവൻ 8 മണിക്കാ ജോലിയെങ്കിൽ 7:30 മുതൽ ഇതിങ്ങനെ അടിയാൻ തുടങ്ങും അല്ലേ.
എന്നിട്ട് ഓട്ടം ചാട്ടം കുളി ഒക്കെ പോക്ക. അള്ള വിളിക്കുമ്പോഴോ എല്ലാ ഭാഗത്തു കൂടെ ബാങ്ക് കേട്ടാലും ഇല്ല, ഒരു ഉത്തരവില്ല അതിനൊന്നും. ആ വിളിച്ച ഭാര്യ ആ ഒരു ദിവസം വിളിച്ചിരിക്കും ചിലപ്പോൾ, അല്ലേ? അതുകൊണ്ട് സഹോദരന്മാരെ, മനസ്സാ മാറേണ്ടത്. അള്ളാൻ്റെ റഹ്മത്ത് കിട്ടട്ടെ എന്ന്, ലഭിക്കട്ടെ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കൂലേ നമ്മൾക്കത്, അല്ലേ? എത്ര വയസ്സായി നമ്മൾക്കൊക്കെ? 30, 40, 45, 50 വയസ്സായി. ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ അള്ളാഹിൻ്റെ റഹ്മത്ത് കിട്ടിയ എത്ര ആളുകളുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ, അല്ലേ? അതുകൊണ്ട് ജീവിതത്തിൽ സാന്ദർഭികമായ നിലയ്ക്ക് നമ്മൾ മാറ്റം വരുത്തേണ്ട, പലതിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. വിശിഷ്യ നമസ്കാരങ്ങളിൽ ഇന്നലെ ലേൺഡ് ഖുർആനിൻ്റെ ക്ലാസ് എടുക്കുമ്പോഴും ഞാനത് പറഞ്ഞിരുന്നു. ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹിനടുക്കൽ അവൻ അള്ളാഹിനോട് ചേരുന്നതാണ് ആ നമസ്കാരം. ഇല്ലേ, നമസ്കാരം ഇല്ലേ, ഒരു ബന്ധം ആ മനുഷ്യനോടുണ്ടാകൂല. ആ നിസ്കാരത്തെക്കുറിച്ച് ഭാര്യയോടും ഭർത്താവിനോടും പരസ്പരം ഉപദേശിക്കാത്ത ദമ്പതികളുണ്ട്. എങ്ങനെയാവട്ടെ സമാധാനം ഉണ്ടാകുക? എന്ത് വിഷയത്തിലാവട്ടെ സമാധാനം ലഭിക്കുക? നിസ്കാരമില്ലാത്ത ഒരു മനുഷ്യനെ നോക്കില്ല, പരിഗണിക്കുന്നില്ല, അല്ലേ? അവിടെ സമാധാനം ഉണ്ടാകുമോ? അതുകൊണ്ട് ഭാര്യ വീട്ടിൽ നിന്നാണ് നമസ്കരിക്കുന്നതെങ്കിൽ ആ ഭാര്യയോട് പറയാൻ ഭർത്താവിന് സാധിക്കണം. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ സമയത്ത് നിസ്കരിക്കാൻ, ഒന്നാമത്തെ സമയത്ത് സുന്നത്തടക്കം നിസ്കരിക്കാൻ. വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ സുന്നത്തുകൾ നഷ്ടപ്പെട്ടു പോകുന്നു. സുബഹിക്ക് മുമ്പ് 2 ഉണ്ട്, ളുഹറിന് മുമ്പ് 4 റകഅത്തുണ്ട്, അല്ലേ? 2 എന്ന രീതിയിൽ. ളുഹറിന് ശേഷം 2 ഉണ്ട്, മഗ്രിബിന് ശേഷം 2, ഇശാക്ക് ശേഷം 2, 12 റകഅത്ത് റവാത്തിബ് ഒരു ദിവസം കൊണ്ട് നിസ്കരിച്ചാൽ സ്വർഗം ഉറപ്പാ, സ്വർഗത്തിലൊരു വീട് ഉറപ്പാ. നിസ്കരിക്കോ? എത്ര മിനിറ്റ് വേണം? 2 മിനിറ്റ് വേണം നിസ്കരിക്കാൻ. അത് ചെയ്യില്ല നമ്മൾ. ഭർത്താവ് അത് ചെയ്തിരിക്കണം. ഭാര്യയോട് ഉപദേശിക്കാൻ അർഹത വേണമെങ്കിൽ ഇത് ചെയ്യുന്നത് കാണണം, ഭർത്താവ് ചെയ്യുന്നത് കാണണം. അതുകൊണ്ടല്ലേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? പള്ളിയിൽ പോയി ഫർദ് നമസ്കാരം നിസ്കരിക്കുന്ന ഭർത്താക്കന്മാർ സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ച് നിസ്കരിക്കലാ അഫ്ളൽ. മദീനത്തെ പള്ളിയിൽ വെച്ചിട്ട് ഇത് പറയുന്നത്. ഒരു നിസ്കാരത്തിന് 1000-ൽ പരം കൂലി കിട്ടും മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ. ആ മദീനത്തെ പള്ളിയിൽ വെച്ചാ പറയുന്നത് എന്ത്? സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളൽ. ആ നിസ്കരിക്കുമ്പോൾ ഭാര്യ കാണും, മക്കൾ കാണും, അവർ നിസ്കാരം പഠിക്കും. ഇത് കേട്ടിട്ട് നാളെ പള്ളിയിലത്തെ നിസ്കാരവും ബാത്തിലായി, വീട്ടിലത്തെ നിസ്കാരവും ബാത്തിലായി എന്ന രീതിയിൽ ആകരുത് കേട്ടോ. കഴിയാത്ത ആളുകൾ, ജോലി സ്ഥാപനങ്ങളിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്ന ആളുകൾ ആ പള്ളിയിൽ വെച്ച് തന്നെ നമസ്കരിച്ച് തിരിച്ചു വരാൻ ശ്രദ്ധിക്കുക. അഫ്ളലായത് എപ്പോഴും റവാത്തിബ് നമസ്കാരങ്ങൾ, അല്ലേ? സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കല എപ്പോഴും അഫ്ളൽ. അപ്പോഴതിൻ്റെ കൂലി. ബാങ്ക് കേൾക്കുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ വളുവെടുക്കുക, സുന്നത്ത് നിസ്കരിക്കുക, എന്നിട്ട് പള്ളിയിലേക്ക് പോകുക. ഓരോ കാലടിക്കും കൂലി ലഭിക്കും, ദറജകൾ കൂടിക്കൊണ്ടേയിരിക്കും. സഹോദരന്മാരെ, നാം അറിയേണ്ടതുണ്ട്. അങ്ങനെയാ സ്വന്തത്തെയും തൻ്റെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ നമസ്കാരമില്ലാത്ത ഭാര്യയെ എങ്ങനെ ഭർത്താവ് കൊണ്ടു നടക്കും? നമസ്കാരമില്ലാത്ത ഒരു ഭർത്താവിൻ്റെ കൂടെ എങ്ങനെ ഭാര്യ ജീവിക്കും? ആ നിലക്ക് ഭാര്യയും ഭർത്താവുമൊക്കെ ദീനീ കാര്യങ്ങളിൽ പ്രിയപ്പെട്ടവരെ ചിട്ടകൾ പാലിക്കുമ്പോഴാണ് അള്ളാഹിൻ്റെ എല്ലാ അലിവും അള്ളാഹുവിൻ്റെ എല്ലാ സ്നേഹവും അവിടെ ലഭിക്കുക. അതുകൊണ്ടാണ് ഈ വിഷയം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആമുഖമായി നിങ്ങളെ കേൾപ്പിച്ച വചനം വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹ് ഉണ്ട് എന്നതിൻ്റെ തെളിവിൽപ്പെട്ടതാണ് എന്ത്? നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഇണയെ അള്ളാഹ് തന്നു എന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളിലാണ് അള്ളാഹ് ഇണ തന്നത്. നിങ്ങൾ ഇണചേരേണ്ടത് നിങ്ങളിൽപ്പെട്ട നിങ്ങളുടെ ഭാര്യയുടെ കൂട്ടത്തിൽ തന്നെയാണ്, മനുഷ്യരിൽ നിന്ന് തന്നെയാണ് അള്ളാഹ് ഇണയെ തന്നത്, അല്ലേ? എന്നിട്ട് പറയുന്നു, എന്തിനാ? അവളിൽ നിനക്ക് സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ട്. അവൻ നിങ്ങൾക്ക് തന്നില്ലേ? സ്നേഹം തന്നു, മവദ്ദത്ത് തന്നു, അതേപോലെ റഹ്മത്ത്, കാരുണ്യം തന്നു. ഇതിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ എത്രയോ ദൃഷ്ടാന്തങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതം നന്നായിരിക്കണം, ക്ഷമ വേണം, അതേപോലെ തന്നെ ആ ജീവിതത്തിൽ തമാശകൾ വേണം, അതേപോലെ തന്നെ ശാന്തത വേണം, ഗാംഭീര്യങ്ങൾ ഉണ്ടാകേണ്ട സമയത്ത് ഗാംഭീര്യങ്ങൾ വേണം. ഇസ്ലാമികപരമായ മതപരമായ കാര്യങ്ങളിൽ ഭാര്യ വീഴ്ച വരുത്തുമ്പോൾ അവിടെ ദേഷ്യപ്പെടാം, അവിടെയാ ദേഷ്യപ്പെടേണ്ടത്. നമ്മൾ ആ വിഷയത്തിൽ ദേഷ്യപ്പെടില്ല. നമ്മൾക്ക് ലഭിക്കേണ്ട ഒരു അയൺ ചെയ്ത് വെക്കേണ്ട ഷർട്ട് അയൺ ചെയ്യാൻ മറന്നുപോയെങ്കിൽ അതിനു വേണ്ടി ദേഷ്യപ്പെടുന്നു.
നിസ്കാരം ഒഴിവാക്കിയാൽ ഒരു കുഴപ്പമില്ല, അങ്ങനെയല്ല വേണ്ടത്. എല്ലാ നിലക്കും പ്രിയപ്പെട്ടവരെ ദീനീപരമായ കാര്യങ്ങളിൽ ദേഷ്യപ്പെടുക, അങ്ങനെ ഉപദേശിക്കുക, ഉപദേശങ്ങൾ തന്നെ മാന്യമായി നമ്മൾ ഉപദേശിക്കാൻ ശ്രദ്ധിക്കുക. ഭർത്താവിനോടൊപ്പം തന്നെ ഭാര്യയും മനസ്സിലാക്കുക, മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ട് അതുപോലെ തന്നെ എനിക്കും ജീവിക്കണം എന്ന രീതി ഒരിക്കലും ഭാര്യമാർക്കും ശരിയല്ല, ഭൂഷണമല്ല. ഭർത്താവും ശ്രദ്ധിക്കുക, അപ്പുറത്ത് ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതില്ല, അതുകൊണ്ട് ഞാൻ കടത്തിലേക്ക് പോകേണ്ടതില്ല. ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയണം എല്ലാ നിലക്കും, അല്ലേ? ആ നിലക്ക് സ്നേഹിച്ചും ലാളിച്ചും ഭാര്യയോട് തമാശ പറഞ്ഞും ഭാര്യയോട് എല്ലാ നിലക്കും നല്ല സംസാരങ്ങൾ നടത്തിയും കുടുംബജീവിതം ഏറ്റവും സുഖകരമായി തീരണമെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനമാണ് പ്രിയപ്പെട്ടവരെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള മനപ്പൊരുത്തവും പെരുമാറ്റങ്ങളിലെ മര്യാദയും സംസാരങ്ങളിലെ മര്യാദയും അത് പാലിക്കാൻ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ സ്നേഹിതന്മാർക്കും അതേപോലെ തന്നെ സഹോദരിമാർക്കും കഴിയേണ്ടതുണ്ട്. അതിന് വേണ്ടത് അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. നാം പ്രാർത്ഥിക്കുക, അർഹമുർ-റാഹിമീനായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, അറിഞ്ഞും അറിയാതെയും സംഭവിച്ച തെറ്റുകൾ പൊറുക്കുമാറാകട്ടെ, നമ്മുടെ ഇണകളിലും മക്കളിലും കൺകുളിർമ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ ബാക്കിയാക്കിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ, മക്കളില്ലാത്ത ആളുകൾക്ക് അല്ലാഹു തആല സ്വാലിഹീങ്ങളായ മക്കളെ പ്രദാനം ചെയ്യുമാറാകട്ടെ, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളായി നമ്മളെ വളർത്തുമാറാകട്ടെ, ദുനിയാവിൻ്റെയും ഖബറിലെയും ആഖിറത്തിലെയും നരകത്തിലെയും പ്രയാസങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും ഗഫൂറും റഹീമുമായ നാഥൻ നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ صل على محمد وعلى آل محمد سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.